ഓരോ സാഹചര്യങ്ങളെ യേശു എങ്ങനെയാണ് അഭിമുഖീകരിച്ചത്. ഹിസ് ബിഹേവിയർ, അതാണ് പറയാൻ പോകുന്നത്. ദ ബിഹേവിയർ ഓഫ് ജീസസ്. യേശു എങ്ങനെ പെരുമാറി, അതിലെ സാഹചര്യങ്ങൾ നമുക്ക് നോക്കാം. വേദപുസ്തകം പറയുന്നൊരു വാക്യമുണ്ട്. ആ വാക്യം എങ്ങനെയാണ്? പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. പാപം ചെയ്യാൻ പരീക്ഷിക്കപ്പെട്ടില്ലെന്നല്ല എൻ്റെ അർത്ഥം. പാപം ചെയ്തില്ല എന്നേ ഉള്ളൂ. പരീക്ഷിക്കപ്പെട്ടില്ലേ? യേശുവിൻ്റെ ആ 3 വലിയ പരീക്ഷകളില്ലേ, അത് തെറ്റ് ചെയ്യിക്കാൻ വേണ്ടിയല്ലേ വന്നത്? അല്ല ചുമ്മാ വന്ന് എന്തൊക്കെ കാണിച്ചിട്ട് പോകാൻ വന്നതല്ലല്ലോ. അവസാനം വീണെന്നെ നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാം എന്നല്ലേ പറഞ്ഞത്? പിശാച് പറഞ്ഞ് എന്നെ നമസ്കരിക്കാൻ പറഞ്ഞില്ലേ? അപ്പോൾ അത് എന്തോ ഒരു ഭയങ്കര പാപമാണ്. പാപം ചെയ്യാൻ പരീക്ഷിക്കപ്പെട്ടില്ല എന്നാരും ധരിക്കരുത്. പാപത്തിന് പരീക്ഷിക്കപ്പെട്ടു, പക്ഷെ പാപം ചെയ്തില്ല. അങ്ങനെ സകലത്തിന് നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ജീവിത സാഹചര്യമെല്ലാം യേശു അഭിമുഖീകരിച്ചു. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ യേശു എങ്ങനെ ജീവിച്ചു, എങ്ങനെ പ്രതികരിച്ചു, അത് നോക്കി അതുപോലെ ജീവിച്ചാൽ നമ്മൾ ശരിയായിരിക്കും. ഓളെ ചില സാഹചര്യങ്ങളെ നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം. അവിടുത്തെ സംഭവം എന്താണെന്ന് ഏറെക്കുറെ അറിയാമായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം വേദപുസ്തകമൊക്കെ കൃത്യം അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മൾ. യേശു ശമരിയിൽ കൂടെ പോകുന്നതും ശമര്യക്കാരിയായ സ്ത്രീയോട് സംസാരിക്കുന്നതും, ശമര്യക്കാരിയായ ആ സ്ത്രീയെ, ശമര്യക്കാരെന്ന് വെച്ചാൽ ഒരു ദേശമാണ് ശമരിയ, ആ ഒരു പെർട്ടിക്കുലർ സ്ത്രീ, യേശു കണ്ട ആ ഒരു സ്ത്രീ, ആ സ്ത്രീയോട് സംസാരിക്കുന്നതുമായ ഒരു സാഹചര്യമാണ്. അവിടെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന് 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ അതാണ് അവിടെയാണ് ഈ കാര്യം വിശദീകരിച്ചിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ആദ്യം മുതൽ അതാണ് വിശദീകരിച്ചിരിക്കുന്നത്. എന്നാൽ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ അവർ ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യം മനസ്സിലാക്കണം. ഈ ശമരി എന്ന് പറയുന്നത് അന്നത്തെ പലസ്തീൻ നാടിൻ്റെ 3 പ്രവിശ്യകളിൽ ഒരു പ്രവിശ്യയാണ്. അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയ്ക്ക് ഡിസ്ട്രിക്റ്റ് എന്നോ എന്തെങ്കിലും പറയാം. അങ്ങ് വടക്കുള്ളത് ഗലീലയാണ്, തെക്കുള്ളത് യഹൂദിയാണ്, അതിന് നടുവിൽ കിടക്കുന്നതാണ് ശമരിയ. ഈ 3 പ്രവിശ്യയാണ് ഈ യഹൂദന്മാരുടെ ഈ പലസ്തീൻ നാടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇസ്രയേൽ രാജ്യം എന്ന് പറയുന്നത് ഈ 3 പ്രവിശ്യയാണ്. ഇതെല്ലാം യഹൂദൻ്റെ ആയിരുന്നു. പക്ഷേ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ പല സന്ദർഭങ്ങളിലും ഇസ്രയേൽ പാപം ചെയ്തു. 2 രാജ്യമായി തീർന്ന അറിയാമല്ലോ. യഹൂദൻ ആദ്യം ഇസ്രയേൽ ഒന്നായിരുന്നു, പിന്നെ ഇത് 2ആയി മാറി. 2ആയി മാറിയതിൽ 10 ഗോത്രങ്ങൾ, 12 ഗോത്രങ്ങളിൽ 10 ഗോത്രം ഇസ്രയേൽ എന്നറിയപ്പെട്ടു, 2 ഗോത്രം യഹൂദ എന്ന് അറിയപ്പെട്ടു. അപ്പോൾ ആ യഹൂദ ഗോത്രം താമസിച്ചിരുന്ന സ്ഥലമാണ് ഈ പറയുന്ന യഹൂദ്യ പ്രവിശ്യ. മറ്റ് ഗോത്രങ്ങൾ എല്ലാം താമസിച്ചിരുന്നത് ശമരിയ, ഗലീല എന്നീ നാടുകളിലാണ്. അങ്ങനെ താമസിച്ചിരുന്ന ഈ ആളുകൾ ആദ്യം പാപം ചെയ്തു, വലിയ വിഗ്രഹാരാധനയിലായി. അങ്ങനെ ആയപ്പോൾ ദൈവം അവരെ ശിക്ഷിച്ച വിധമാണ് അന്യരാജ്യങ്ങൾ വന്നവരെ ആക്രമിക്കും. ആക്രമിച്ച് അവസാനം സംഭവിച്ചത് ഇവരെ മുഴുവൻ അടിമകളായിട്ട് പിടിച്ചുകൊണ്ടുപോയി, നാടേ നഷ്ടപ്പെട്ടു. ഇവിടുത്തെ സംഭവം അശൂർ രാജ്യം അല്ലെങ്കിൽ അസീറിയ എന്നിന്ന് നമ്മളറിയപ്പെടുന്ന രാജ്യം വന്ന് ഇവരെ ആക്രമിച്ച് കീഴടക്കി. 2 രാജാക്കന്മാർ 17-ാം അധ്യായത്തിലാണ് വിവരങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത്, 2 Kings 17. അപ്പോൾ അങ്ങനെ വന്ന് ആക്രമിച്ച് കീഴടക്കി കൊണ്ടുപോയപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം കൊണ്ടുപോകും, പിന്നെ വല്ലതും ബലഹീനരായ കഴിവുകെട്ട ആളുകളെ മാത്രം ഇട്ടേക്കും. എന്നിട്ട് പകരം ശമരിയയിൽ നിന്ന്
അസീറിയയിൽ നിന്ന് ആളുകളെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഈ ശമരിയെ കൊണ്ടുവന്ന് പാർപ്പിച്ചു. അശൂറുകാരെ അവരും ഈ ശമരിയിൽ താമസിച്ച കുറേ യഹൂദന്മാരിൽ കഴിവുകെട്ട കുറേ ആളുകൾ. ഇവർ ക്രമേണ ഒരു മിക്സഡ് റേസായി, ഈ സങ്കരജാതിയായി, കല്യാണം കഴിക്കാനൊക്കെ അങ്ങനെ ജാതിയായി തീർന്ന ഒരു കൂട്ടമാണ് ഈ പറയുന്ന ശമരിയ. ഈ കൂട്ടർ ഈ ശമരിയ ആ ദേശത്ത്, ആ പ്രവിൻസിൽ മൊത്തം താമസിക്കുന്ന ആളുകൾ ശമരിയക്കാരെന്നാണ് അറിയപ്പെട്ടത്. അത് ദേശം കൊണ്ട് മാത്രമല്ല പേര് വന്നത്, ഈ പ്രത്യേക പശ്ചാത്തലത്തിലാണ് അവർ ശമരിയക്കാരെന്നറിയപ്പെടുന്നത്. ആ നാട്ടിൽ യഹൂദന്മാർ പോകത്തില്ല, ആ നാട്ടിൽ കൂടെ പോകത്തില്ല. ഇവർക്ക് പെരുന്നാളുകൾക്ക് സത്യയഹൂദന് പെരുന്നാളിന് വരണമെങ്കിൽ അത് യെരുശലേമിൽ വരണം. ആദ്യത്തെ ഈ 10 ഗോത്രം തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരിവിടെ വരാറില്ല. അവരവിടെ തന്നെ ആരാധനയും സമ്പ്രദായവും എല്ലാം ഉണ്ടാക്കി. അത് ദൈവം അപ്രൂവ് ചെയ്തിരുന്നില്ല. കാരണം അപ്രൂവ് ചെയ്ത് ദൈവം അംഗീകരിച്ച ദേവാലയം യെരുശലേമിലാണ് ഉള്ളത്. മറ്റേ നാട്ടിൽ ദൈവം അംഗീകരിച്ച ദേവാലയം ഇല്ല. അപ്പോൾ അതിന് പകരം ഒരു വേറെ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി. എനിവേ, അപ്പോൾ ഈ യെരുശലേമിൽ അല്ലെങ്കിൽ ആരാധനയ്ക്കുള്ള സ്ഥലത്ത് വരണമെങ്കിൽ ഇവർ നേരെ ശമരിയയിൽ കൂടാണ് വരേണ്ടത്. പക്ഷെ വരില്ല. അതിന് പകരം അവർ ഇതിനിടയ്ക്കൂടെ പോകുന്നൊരു നദിയാണ് യോർദാൻ നദി. ആ യോർദാൻ നദി ഗലീലിൽ നിന്ന് വരികയാണെങ്കിൽ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി വേറെ ദേശത്തൂടെ തിരിച്ച് ഇവിടെ താഴെ വന്ന് തെക്ക് വന്നും വെച്ച് വീണ്ടും യോർദാൻ നദി കടന്ന് ഇക്കരെ കയറിയാണ് ഇവർ ഈ യഹൂദിയയിൽ വരുന്നത്. എല്ലാ യഹൂദന്മാരും അങ്ങനെ ചെയ്യുന്നത്. യേശു നേരെ ശമരിയെ കൂടെ കയറിച്ചു. യഹൂദൻ ചെയ്യാത്ത കാര്യം, യഹൂദന് നിഷിദ്ധമായ കാര്യം. കാരണം ആ ജാതിയെ യഹൂദൻ അംഗീകരിക്കുന്നില്ല, അവരശുദ്ധ ജാതിയാണ്. അപ്പം അവിടേക്ക് യേശു പോയി. യേശു എല്ലാ ജാതികളെയും രക്ഷിക്കാനാണ് വന്നത്. എന്നിരിക്കലും പൊതുവെ യേശു തൻ്റെ ശുശ്രൂഷ കാലത്ത് യഹൂദന്മാരോടാണ് പ്രസംഗിച്ചത്. ഓർമ്മയുണ്ടോ? ഒരു സമയത്ത് ഒരു സ്ത്രീ യേശുവിൻ്റെ പുറകെ കരഞ്ഞുകൊണ്ട് വന്നു, തൻ്റെ കുട്ടിയെ ഒന്ന് സൗഖ്യമാക്കണം എന്ന് പറഞ്ഞു. യേശു മൈൻഡ് ചെയ്തില്ല കുറേ നേരം. അവസാനം ശിഷ്യന്മാർ പറഞ്ഞ് ഇവിടെ ഒന്ന് പറഞ്ഞു വിടണം. അപ്പോൾ യേശു പറഞ്ഞൊരു മറുപടിയുണ്ട്. ഓർമ്മയുണ്ടോ? മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല എന്നാണ് യേശു പറഞ്ഞത്. എന്നാലും യേശു അത് ചെയ്തു കൊടുത്തു എന്നിരിക്കില്ല. അപ്പോൾ യേശുവിന് ആ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, ജാതി സ്പർദ്ധ ഉണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ അവരുടെ വിശ്വാസത്തെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് യേശു അങ്ങനെ ചെയ്തത്. എന്നാൽ ഇവിടെ യേശു നേരെ ശമരിയെ കയറിച്ചു. ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അവിടെ ചെന്നപ്പോൾ നട്ടുച്ചയ്ക്കൊരു സ്ത്രീ വെള്ളം കോരാൻ വന്നിരിക്കുന്നു. ഒരു സ്ത്രീ. യേശു സുവിശേഷം പറയാൻ വേണ്ടി പോയതാണ്. ചുരുക്കി പറഞ്ഞാൽ ശമരിയെ ഒന്ന് സുവിശേഷീകരിക്കാൻ പോയതാണ്. പക്ഷെ സുവിശേഷീകരിക്കാൻ പോയ യേശു സുവിശേഷീകരിക്കാൻ ഉപയോഗിച്ച ഉപാധി, സ്ത്രീ വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നു. അവിടെ ചെന്ന് പറഞ്ഞ് എനിക്ക് ഇച്ചിരി വെള്ളം കുടിക്കാൻ തരണമെന്ന്. അപ്പോൾ അവളുടെ മറുപടി എന്താണ്? യഹൂദനായ നീ ശമര്യക്കാരിയായി എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ? കാരണം ഞാൻ ഒന്നുകൂടെ പറയാണ്, ജാതി വ്യത്യാസം. അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, യഹൂദന്മാരും ശമര്യരും തമ്മിൽ സമ്പർക്കമില്ലല്ലോ, ജാതിയിൽ അവർ ചേരില്ല. അപ്പം ആ ജാതിയിൽ ചേരാത്ത അതിർവരമ്പുകളെ അതിജീവിച്ച് യേശു ചെന്ന് ഈ സ്ത്രീയുമായി സുവിശേഷം പങ്കിട്ടു. അപ്പോൾ യേശുവിൻ്റെ വ്യവസ്ഥിതിയാണ് ഈ പറയുന്നത്. സാധാരണ യഹൂദ വ്യവസ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമായി ജാതിയുടെ അതിർവരമ്പുകളെ കടന്ന് അശുദ്ധരെന്ന് കരുതിയിരിക്കുന്ന ജാതിയെയും അംഗീകരിച്ച വ്യവസ്ഥിതിയാണ് യേശുവിൻ്റെ വ്യവസ്ഥിതി.
നമ്മുടെ രാജ്യം ഒരുപാട് ജാതി വ്യവസ്ഥിതിയുള്ള രാജ്യമാണ്. ലോകത്തിലെല്ലാം ഇതുണ്ട്, പക്ഷേ എല്ലായിടത്തും ജാതി വ്യവസ്ഥിതിയല്ലെന്ന് മാത്രം. വേറെ പലയിടത്തും ക്ലാസ്സാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ തട്ട് തിരിച്ചുള്ള കൂടിയ പൈസയുള്ളവർ, പൈസ ഇല്ലാത്തവർ എന്ന രീതിയായിരിക്കും ചില രാജ്യത്ത്. വേറെ ചില രാജ്യത്ത് കറുത്തവരും വെളുത്തവരും എന്നുള്ള സംഗതിയായിരിക്കും. അമേരിക്കയിൽ ഞങ്ങൾ ആദ്യം ചെന്നപ്പം വെള്ളക്കാട്ട് രാജ്യം എന്നാണ് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലുന്നത്. പക്ഷെ ആദ്യം കാണുന്ന ഒത്തിരി മനുഷ്യർ കുറേ കറുത്ത മനുഷ്യരാണ്. എമിഗ്രേഷനിലിരിക്കുന്ന ഓഫീസേഴ്സ് പലരും ബ്ലാക്സാണ്. എല്ലാവരും അവിടെ ഉണ്ടെങ്കിലും അവിടെ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന നിയമമൊക്കെ ഉണ്ടെങ്കിലും ശരിക്കും ജാതി ഈ കളറിൻ്റെ വ്യത്യാസം എല്ലാ ദേശത്തും ഉണ്ട്. അപ്പോൾ ഈ ജാതി വ്യവസ്ഥിതി, ഈ ക്ലാസിൻ്റെ വ്യത്യാസം ലോകം മുഴുവൻ ഉള്ളതാണ്. അപ്പോൾ ഇതൊക്കെ തമ്മിൽ ആളുകൾ അകറ്റി നിർത്തുന്ന സമ്പ്രദായങ്ങളാണ്. എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ യഹൂദൻ ചെയ്യാത്തത് ചെയ്ത് ആ ജാതിയുടെ അതിർവരമ്പുകൾ ലംഘിച്ച് നിത്യജീവൻ്റെ ഈ ജലം അവർക്കും കൊടുത്തു. ആ നാട്ടിൽ പ്രസംഗിക്കാൻ അവളെയാണ് ആക്കിയത്. നമുക്ക് പിന്തുടരാനുള്ള മാതൃകയായിട്ടാണ് അവർ പറയുന്നത്. ശരിക്കും ദൈവം തൻ്റെ രാജ്യം പണിയുന്നത് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ സർവഗോത്രത്തിൽ നിന്നും, ഭാഷയിൽ നിന്നും, വംശത്തിൽ നിന്നും, ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ദൈവത്തിൻ്റെ സ്വർഗമെന്ന രാജ്യത്ത് എല്ലാ ജാതിക്കാരുമുണ്ട്, എല്ലാ ഭാഷക്കാരുമുണ്ട്, കറുത്തവരുമുണ്ട്, വെളുത്തവരുമുണ്ട്, പാവപ്പെട്ടവരുമുണ്ട്, പണക്കാരുമുണ്ട്. ആ കൂട്ടത്തിലില്ലാത്ത ആരുമില്ല. മനുഷ്യകുലത്തിൽ ആരുണ്ടോ അവിടുന്ന് എല്ലാം ദൈവത്തിന് ആളെ വേണം. എല്ലാ മനുഷ്യർക്കും രക്ഷിക്കപ്പെടാൻ ഈ ഒരു വഴിയല്ലാതെ വേറൊരു വഴി ഇല്ല. വേറെ വഴി ഉണ്ടാക്കിയിട്ടില്ല. അതിൻ്റെ അർത്ഥം നമുക്ക് ഒത്തിരി നേരം നിന്ന് പറയാൻ നേരമില്ലാത്തതുകൊണ്ട് നമ്മുടെ മനസ്സിലും മനോഭാവങ്ങളുടെ കാര്യമാണ് രാവിലെ പറഞ്ഞത്. ഇതേ മനോഭാവവും ആ മനോഭാവത്തിന് ചേരുന്ന പെരുമാറ്റവുമാണ് വിശ്വാസിക്ക്, ശുശ്രൂഷകർക്ക് ഉണ്ടാകേണ്ടത്. ഒരു നിറവ്യത്യാസവും ജാതി വ്യത്യാസവും നമ്മെ മനുഷ്യരിൽ നിന്ന് അകറ്റാൻ പാടില്ല. ഒരുവനിൽ നിന്ന് ദൈവം മനുഷ്യജാതിയെ മുഴുവനും ഉണ്ടാക്കി. മനുഷ്യൻ പിരിഞ്ഞുപോയി എന്നുള്ള സത്യമാണ്. ലോകത്തിൽ ഭിന്നത നിലനിൽക്കുന്നു എന്നുള്ള സത്യമാണ്. പക്ഷേ സഭ എന്നത് അങ്ങനെ പലതായി നിൽക്കുന്ന ഒരു കൂട്ടമല്ല. യേശുക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തം കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ട ഒന്നായിത്തീരുന്ന സമൂഹമാണ് സഭ. ആ മനോഭാവവും പെരുമാറ്റവുമാണ് സഭയ്ക്കകത്തല്ല ജീവിതം മൊത്തം ഉണ്ടാകേണ്ടത്. വ്യത്യാസം ഉണ്ടായിരിക്കാൻ പാടില്ല. വേറൊരു കൂട്ടരാണ് യഹൂദന്മാരുടെ മനോഭാവം അനുസരിച്ച് ഒരു വലിയ ഭക്തിക്കാരാണ്. ദൈവത്തിൻ്റെ ആളുകളും നന്നറിയപ്പെട്ടിരുന്ന ആളുകൾ യഹൂദന്മാരാണ്. അവരുടെ ചിന്തയിൽ ലോകത്തിൽ ബാക്കി ആരും ദൈവത്തിൻ്റെ ആളുകളല്ല. അവരുടെ അസൽ ചിന്ത അനുസരിച്ച് പറഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം തീപ്പൊയ്കയ്ക്കകത്തിടാനുള്ള വിറകാണ്. യഹൂദൻ ഒരു ജാതി മാത്രം, ദൈവത്തിൻ്റെ ജാതി എന്ന് ചിന്തിച്ചിരുന്ന ആളുകൾ. അതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലോ വലിയ ഭക്തി നടിക്കുന്നവരാണവർ. അസൽ ഭക്തിയൊന്നും എല്ലാവർക്കൊന്നും ഇല്ല, പക്ഷെ വലിയ നാട്യമാണ്, ഭക്തരാണ്, ഒരു അഭിനയമാണ്. അപ്പം ആ അഭിനയം ഇല്ലാത്ത കുറേ പേര് അതിനകത്തുണ്ട്. അവർ വിളിക്കുന്നത് പാപികൾ എന്നാണ്. വേറെ കൂട്ടർ ചുങ്കക്കാരെന്ന് പറയും. ചുങ്കക്കാരെന്ന് പറഞ്ഞാൽ ടാക്സ് കളക്ടേഴ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഈ അക്കാലത്ത് യഹൂദന് നേരത്തെ ഒരു സ്വന്തം ഒരു രാജ്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും
യേശു വന്ന ആ കാലത്ത്, അല്ല അതിനു മുമ്പ് കുറേ കാലം തൊട്ട്, ഒരു BC 606 മുതൽ സ്വന്തം രാജ്യം അവർക്ക് നഷ്ടപ്പെട്ടു. അവരെ ഭരിച്ചിരുന്നത് അന്യജാതിക്കാരാണ്. ബാബിലോൺകാർ തൊട്ട് ഇങ്ങോട്ട് ഭരിച്ച്, യേശു ജീവിച്ചിരുന്ന കാലത്ത് ഭരിച്ചിരുന്ന റോമൻ സർക്കാരാണ് അവരെയും ഭരിച്ചിരുന്നത്. അവർ യഹൂദന്മാരല്ലല്ലോ, റോമക്കാരാണ്. അപ്പം അങ്ങനെയുള്ള ആ റോമാക്കാർക്ക് വേണ്ടി യഹൂദന്മാരുടെ കയ്യിൽ നിന്ന് ടാക്സ് പിരിച്ചു കൊടുക്കുന്നവരാണ് ഈ പറയുന്ന ടാക്സ് കളക്ടേഴ്സ്. അവർ യഹൂദന്മാരാണ്, പക്ഷേ അവരുടെ തൊഴിൽ സർക്കാരിന് വേണ്ടി ടാക്സ് പിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് ജാതീയ സർക്കാർ അവരുടെ ചിന്തയിൽ വിദേശ ഭരണത്തിന് ടാക്സ് പിരിച്ചു കൊടുക്കുന്ന ആളുകൾ, കൊടുത്തേ പറ്റൂ, കൊടുക്കാതിരിക്കാൻ പറ്റില്ല, കാരണം അവരാണ് ഭരിക്കുന്നത്. എന്നാൽ ടാക്സ് പിരിച്ചു കൊടുക്കുന്ന ആളുകളോട് യഹൂദന്മാർക്ക് പുച്ഛമാണ്, ഇഷ്ടമല്ല അവരെ. അവരോട് ഈ ഭക്തന്മാരാരും സഹകരിക്കുകയില്ല. അവരുടെ ഭക്തന്മാർ എന്ന് പറഞ്ഞാൽ അവരുടെ കൂടിയ ആളുകളാണ് പരീശന്മാർ, ശാസ്ത്രിമാർ എന്നൊക്കെ പറയുന്നത്. അത് അവരുടെ ആത്മീയ നേതാക്കന്മാരാണ്. പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ അവരുടെ കൂടിയ ആളുകളാണ്. അപ്പം അവരാരും ഇവരുടെ ആരുടെയും വീടുകളിൽ പോകാറില്ല, ഒരു സഹകരണവും അവരുമായിട്ടില്ല. അപ്പം യേശു വലിയ പരിശുദ്ധൻ വന്നതാണ്. യേശു വലിയ പരിശുദ്ധൻ വന്നെങ്കിലും ഒരു ദിവസം ലേവി, മത്തായി 9:10 മുതൽ 13 വരെ, ചുങ്കസ്ഥലത്തിരിക്കുന്ന ലേവിയെ വിളിച്ചു, കൂടെ വരാൻ പറഞ്ഞു. അവനെഴുന്നേറ്റ് പോയി, കൂടെ ചെന്നു. പിന്നൊരിക്കൽ സംഭവിച്ച കാര്യമാണ്, ഒരു സക്കായി യേശുവിനെ കാണണമെന്നൊരാഗ്രഹത്തിന് മരത്തെ കയറിയിരുന്ന, അയാൾക്ക് നീളം കുറഞ്ഞ ആളാണ്, അതുകൊണ്ട് മരത്തെ കയറിയിരുന്ന യേശുവിനെ കണ്ട ആളാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ യേശു നിന്നും വെച്ച് പറഞ്ഞ്, സക്കായി ഇറങ്ങി വരാൻ പറഞ്ഞു, ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ രണ്ടിടത്തും യേശു ഭക്ഷണത്തിന് പോയി. അപ്പോൾ അത് യഹൂദന്മാർക്ക് വലിയ പ്രശ്നമായി. കാരണം ഇവൻ വലിയ ഭക്തനാണ്, പരിശുദ്ധനാണെന്ന് പറഞ്ഞു വെച്ച് ഇവരുടെ എല്ലാം വീട്ടിൽ തിന്നാൻ പോന്നു എന്ന് പറയുമ്പോൾ യേശുവിനെ വിളിച്ച പേര് ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ. കാരണം ഇവരുടെ വിശുദ്ധിയുടെ മാനദണ്ഡത്തിന് യേശുവിൻ്റെ പെരുമാറ്റം ചേരുന്നില്ല. വിശുദ്ധനാണെങ്കിൽ ഇപ്പറയുന്ന ആത്മവിശുദ്ധി എന്ന് അവർ പറയുന്ന നിലയുള്ളിടത്ത് മാത്രമേ പോകാവൂ, അവരോട് മാത്രമേ സഹകരിക്കാവൂ, അല്ലാത്തവരോട് സംസാരിക്കാനോ സഹകരിക്കാനോ പാടില്ല. പക്ഷേ യേശു അവിടെ പോയി. അപ്പം യേശുവിനെ ഒന്നുകൂടെ പറയുന്നത്, മുദ്ര കുത്തിയത് ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്നാണ്. അപ്പോൾ വേർപാടിൻ്റെ ഇവർ വച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ യേശു ലംഘിച്ചു. അവരുടെ ചിന്തയിലുള്ള വേർപാട് യേശു പാലിക്കുന്നില്ല. അപ്പോൾ അവൻ തെറ്റുകാരൻ, പാപി എന്നൊരു ചിന്തയിലേക്ക്, നിഗമനത്തിലേക്കുമാണ് ഇവരെത്തിയത്. യേശു എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം? യേശു മറുപടി പറഞ്ഞു. യേശു പറഞ്ഞ മറുപടി ഞാൻ മത്തായി 9:12-13, ഇതാണ് യേശു പറഞ്ഞത്. ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഉദാഹരണം പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് പറയാണ്, ആത്മീകമായി സോക്കേടുള്ളവർക്കാണ് വൈദ്യനെ വേണ്ടിയത്. യേശു വൈദ്യനാണ്, സുഖമാക്കാൻ വന്ന വൈദ്യനാണ്. അതിനർത്ഥം ബാക്കി യഹൂദന്മാർക്ക് ആത്മീക രോഗം ഇല്ലെന്നല്ല, അവരെല്ലാം സുഖമുള്ളവരാണ്, കുഴപ്പമില്ലാത്തവരാണ് എന്നല്ലതിൻ്റെ അർത്ഥം. ചികിത്സ കിട്ടണമെങ്കിൽ രോഗിയാണെന്ന് സമ്മതിച്ച് ഡോക്ടറേക്ക് ചെല്ലണം, എന്നാലേ ചികിത്സ കിട്ടുകയുള്ളൂ. ചില രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു ഡോക്ടർ നമ്മളിലേക്ക് വന്നാൽ അദ്ദേഹത്തിൻ്റെ പേര് പറയണം ആദ്യം. നേഴ്സ് വന്നാലും പേര് പറയണം. ഇവിടെ കാണും പേര് ചോദിച്ചു പോയാൽ അവർക്ക് ഇഷ്ടമല്ല, പക്ഷെ അവിടെ പറയണം, പറഞ്ഞിട്ട് അടുത്ത കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് എന്താണ് ചികിത്സ ചെയ്യാൻ പോകുന്നത്, സോക്കേട് എന്താണെന്ന് രോഗിയോട് നേരിട്ട് പറയണം. ശരീരം അവരുടെയല്ലേ, ജീവൻ അവരുടെ അല്ലല്ലോ, ഡോക്ടറുടെ അല്ലല്ലോ. അപ്പോൾ രോഗം എന്താണ്, പ്രശ്നം എന്താണെന്ന് പറഞ്ഞു വെച്ച് ഇന്ന മരുന്ന് തരാൻ പോകുന്നു
എന്ന് പറയണം. രോഗി സമ്മതിച്ചെങ്കിലേ ആ മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് രോഗി കൃത്യം അറിഞ്ഞിരിക്കണം മരുന്നെന്താണ്, എന്ത് രോഗത്തിനാണ് വരുന്നത്. അത് പേഷ്യൻ്റ് റൈറ്റ് എന്ന് പറയും. പേഷ്യൻ്റിൻ്റെ അവകാശമാണ്. അല്ലാതെ ഇവിടുത്തെ പോലെ അങ്ങോട്ട് ചെന്നു ഒരു കുത്തിവെപ്പ് അങ്ങനെ സംഗതിയൊന്നും ഭൂമിയിൽ എല്ലായിടത്തും നടക്കുകയില്ല. എനിവേ, അപ്പോൾ രോഗിയാണെന്ന് സമ്മതിച്ച് വൈദ്യൻ്റെ അടുക്കെ ചെന്നെങ്കിലേ ചികിത്സ കിട്ടത്തുള്ളൂ. രോഗിയാണെങ്കിലും സമ്മതിച്ച് വൈദ്യൻ തൊടാൻ അനുവദിക്കത്തില്ലെങ്കിൽ സുഖം ഉണ്ടാവില്ല. പറഞ്ഞതിൻ്റെ അർത്ഥം ഈ യഹൂദ ജനം ആത്മീയമായ സുഖക്കേടിലാണ്. എല്ലാവരും സുഖക്കേടിലാണ്. പക്ഷെ ഒരെണ്ണം സമ്മതിക്കുകയില്ല തങ്ങൾക്ക് സുഖക്കേടുണ്ടെന്ന്. തങ്ങൾ പരിശുദ്ധന്മാരാണ്, നീതിമാന്മാരാണെന്നും പറഞ്ഞാണ് ഇവരുടെ മുഴുവൻ പേരുടെയും നടപ്പ്. പക്ഷെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവർ പാപികളാണ്, തെറ്റുകാരാണ്. നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല. റോമാലേഖനം 2-ാം അധ്യായം വായിച്ച് നോക്കണം. യഹൂദന്മാരുടെ പാപം എണ്ണി അവിടെ പറഞ്ഞിരിക്കുകയാണ്. ന്യായപ്രമാണം അറിയാമെങ്കിലും ന്യായപ്രമാണം പാലിക്കാത്തത് പാപമാണ്. അപ്പം അങ്ങനെ ഈ പാപികളായ ഈ യഹൂദന്മാർ തങ്ങൾ പാപികളാണെന്ന് തിരിച്ചറിയുന്നില്ല. എന്നാൽ മറ്റവർ പാപികളാണെന്ന് അവർ സമ്മതിക്കുന്നു, അവർ തെറ്റുകാരാണെന്ന് സമ്മതിക്കുന്നു. ആ തെറ്റുകാരാണെന്ന് സമ്മതിക്കുന്ന ഈ ആളുകളുടെ വീട്ടിൽ യേശു പോയി ഭക്ഷണം കഴിച്ചു. അത് അവരോട് കമ്പനി കൂടാൻ പോയതല്ല. യേശു ഇവിടെ പോയോ അവരെ രൂപാന്തരപ്പെടുത്തി. അതിനായിരുന്നു ആ സന്ദർശനം. ഇവിടെ നമ്മുടെ ശാസ്ത്രത്തിൽ ഞാനിത് വിശദീകരിച്ച് പറയുന്നു. നമ്മൾ വേർപാട് എന്ന ഉപദേശം വിശ്വസിക്കുന്നവരാണ്. വേർപാടുകാരും പെന്തിക്കോസ്തുകാരും വേർപാടെന്ന ഉപദേശം വിശ്വസിക്കുന്നവരാണ്. എന്താണ് വേർപാടെന്ന ഉപദേശം കൊണ്ട് വചനം അർത്ഥമാക്കുന്നത്? വചനം പറയുന്ന ഉപദേശമാണ് വേർപാടിൻ്റെ ഉപദേശം. അടിസ്ഥാനപരമായ ഉപദേശമാണ്. പണ്ട് തൊട്ട് തുടക്കം മുതലുള്ള ഉപദേശമാണ്. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 14 മുതൽ 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വരെ വേർപാടിൻ്റെ ശാസ്ത്രങ്ങൾ എണ്ണി നിരത്തുന്നു. അതിൻ്റെ ന്യായങ്ങൾ പറയുന്നു. വേർപാട് വേണം. വേർപാടില്ലെങ്കിൽ ജീവിതം ശുദ്ധമാവില്ല. 1-ാം സങ്കീർത്തനം, തെറ്റുകാരനോട് കൂട്ടുകൂടാൻ പോയാൽ അവസാനം തെറ്റിൽ അകപ്പെടും, അതിൻ്റെ പങ്കാളിയാവും. അപ്പം ആ വേർപാടെന്നുള്ളത് അടിസ്ഥാനപരമായ സത്യമാണ്, തത്വമാണ്, നിയമമാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം പാപികളിലേക്ക് പോകരുതെന്നല്ല, പാപിയുടെ വീട്ടിൽ കയറരുതെന്നല്ല, പാപിയോട് കുശലം പറയരുതെന്നല്ല. സകല പാപികൾക്കും രക്ഷകൻ വേണം. പാപിക്ക് വേണ്ടിയാണ് രക്ഷകൻ. രക്ഷകൻ ഒരാളേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന സത്യം അതാണ്. രക്ഷിക്കപ്പെടാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരിടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. അതേത് പാപിക്കും വേണം. ഏത് കൊടും പാപിയെയും രക്ഷിക്കാൻ യേശുവിന് കഴിയും. അവിടുത്തെ രക്തം സകല പാപവും പോക്കി മനുഷ്യരെ ശുദ്ധീകരിക്കുന്നു. കൊടും പാപിയെയും. പാപം എത്ര കടിഞ്ചുവപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കും എന്ന വചനം. അങ്ങനെയെങ്കിൽ അവരൊരിക്കലും പോകണം, അവരോടും സഹകരിക്കണം. അവരുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കേണ്ട ഒരു രംഗം വന്നാൽ അതിനും കഴിക്കണം. പക്ഷെ കഴിച്ചും വെച്ച് സുവിശേഷം പറയാതെ പോരരുത്. അവിടെ പോകുന്നത് അവരോട് സത്യ സുവിശേഷം പറയാൻ വേണ്ടിയായിരിക്കണം. അപ്പം പാപിയെ മുഴുവൻ ഒഴിവാക്കി ഞങ്ങൾ ഭക്തന്മാരുമായിട്ട് മാത്രം സഹകരിക്കുമെന്ന് പറയുന്ന വേർപാടല്ല വേദപുസ്തകം പറയുന്ന വേർപാട്. അതാണ് യേശു കാണിച്ച മാതൃക. ഈവൻ അശുദ്ധിയിൽ ജീവിച്ച ആളുകളെ പോലും യേശുവിലേക്ക് കൊണ്ടുവന്നല്ലോ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം. ഒരിക്കൽ വ്യഭിചാരകർമ്മത്തിൽ
കയ്യോടെ പിടിക്കപ്പെട്ട സ്ത്രീയെയും കൊണ്ടാണ് യേശുവിലേക്ക് വന്നത്. കൊണ്ടുവന്ന് അവർ ചോദിക്കുന്നത്, ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശയുടെ ന്യായപ്രമാണം പറഞ്ഞിരിക്കുന്നു, ദേ നിന്റെ മുമ്പ് ആ കൊണ്ടുനിർത്തിയിരിക്കുന്ന കയ്യോടെ പിടിച്ചതാണ്, നീ എന്ത് പറയുന്നു എന്ന ചോദ്യമാണ് യേശുവിന് മുമ്പാകെ വെച്ചത്. ഭക്തി പറയേണ്ട സാധാരണ മനുഷ്യരാണെങ്കിൽ ശരിയാണ്, ന്യായപ്രമാണം പറഞ്ഞ് കൊല്ലണം എന്നാണ് പറയുന്നത്. പക്ഷേ യേശുവിൻ്റെ പ്രതികരണം അതായിരുന്നില്ല. എന്തായിരുന്നു യേശുവിൻ്റെ പ്രതികരണം? ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ. ഒരാളും അവിടെ നിന്നില്ല. മൂത്തവൻ മുതൽ ഇളയവൻ വരെ സ്ഥലം വിട്ടു. കാരണം എല്ലാവരുടെയും ഹൃദയത്തെ അറിയുന്ന ഒരുത്തൻ അവിടെ നിൽക്കുന്നു. തങ്ങൾ ഭക്തരാണെന്ന് നടിച്ചാൽ അത് വിളിച്ചു പറയാൻ അറിയാവുന്നവനാണ് അവിടെ നിൽക്കുന്നത്. യേശു നിന്ന യോഗത്തിൽ ഹൃദയത്തിൽ മനുഷ്യൻ ചിന്തിച്ച കാര്യം യേശു വിളിച്ചു പറയുമായിരുന്നു. അവൻ കുനിഞ്ഞ് വിരൽ കൊണ്ട് എഴുതിക്കൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത്. എന്താ എഴുതിയെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഈ പറയുന്ന വലിയ ഭക്തന്റെ പാപമായിരിക്കാം ചിലപ്പോൾ എഴുതി വെച്ചത്. അതുകൊണ്ട് അത്തരക്കാരെ പോലും യേശു കൈക്കൊണ്ടു. പക്ഷെ എന്താണ് അവളോട് പറഞ്ഞത്? പോക, മേലാൽ പാപം ചെയ്യരുത്. യേശുവിൻ്റെ സാന്നിധ്യവും അവിടുത്തെ വാക്കും പാപത്തിൻ്റെ കെട്ടുകളെ അഴിച്ചു കളഞ്ഞതും പാപത്തിൻ്റെ അധികാരത്തിൽ നിന്ന് മനുഷ്യരെ സ്വതന്ത്രരാക്കുന്നതുമാണ്. നമുക്കും അങ്ങനെയുള്ള ദൈവസാന്നിധ്യം ഉൾക്കൊള്ളാൻ പറ്റും. ആ ദൈവസാന്നിധ്യത്തിൽ നമ്മൾ വീട്ടിൽ കയറി ചെന്നാൽ ആ വീട്ടിലെ പാപത്തിൻ്റെ ബന്ധനം അഴിക്കത്തക്ക ആത്മസാന്നിധ്യത്തോടുകൂടെ പോകണം. ആളുകളിലേക്ക് പോകണം. എല്ലാ നാട്ടിലും പോകണം. എല്ലാ തെറ്റുകാരിക്കലും പോകണം. നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ ദേശത്തിൻ്റെ സുവിശേഷത്തിൻ്റെ കാര്യം പറഞ്ഞു, പോകണം. നമ്മൾ പള്ളിയിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചാലൊക്കത്തില്ല. അതുകൊണ്ട് മാത്രം തീരില്ല. പള്ളി പ്രാർത്ഥന വേണം. പക്ഷേ അത് ഓരോ വീട്ടിലും ചെന്നെത്തുമ്പോഴാണ് ദൈവപ്രവൃത്തി ഉണ്ടാവുക. ഞാൻ രാവിലെ പറഞ്ഞല്ലോ, ഞങ്ങളൊരു യാത്ര പോയിട്ട് വന്നതാണ്. ഞങ്ങളെ അതിശയിപ്പിച്ച ഒരു സംഗതി. രാവിലെ പറഞ്ഞു, ഞങ്ങൾ കൊറിയക്കാണ് പോയത്, സൗത്ത് കൊറിയ. ഒരു മിഷൻസ് മീറ്റിംഗ്, ഒരു 12,500-3000 പേരെ സംബന്ധിച്ചൊരു മീറ്റിംഗ്. കൊറിയൻസ് ചെയ്യുന്ന കാര്യം, ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ ഒരു ചെറുപ്പക്കാരി പെണ്ണ്, അപ്പം ഞങ്ങളെ ഓരോരുത്തരെ അറ്റൻഡ് ചെയ്യാൻ ആളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെ ഏൽപ്പിച്ചല്ല. പക്ഷേ അവിടെ ഞങ്ങളുടെ അടുത്ത് കൂടെ ഭക്ഷണത്തിന് വന്നു. വർത്താനം പറഞ്ഞു. വാചാലമായിട്ട് സംസാരിക്കുന്നു പെണ്ണ്, വളരെ വാചാലമായിട്ട്. എന്താണെന്നോ അവൾ പറയുന്നത്, അവൾ 12ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു വർഷത്തേക്ക് കോളേജ് പഠനത്തിന് മുമ്പ് മിഷണറി പ്രവർത്തനത്തിന് വേറൊരു രാജ്യത്തേക്ക് പോയി. അത് ഒരുത്തിയുടെ സ്ഥിതിയല്ല. കൊറിയൻ ചർച്ചിൻ്റെ ഒരു രീതിയാണ്. 12ാം ക്ലാസ് കഴിഞ്ഞ കുട്ടി ഒരു വർഷം അവധിയെടുത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത്, അവരുടെ നാട്ടിലല്ല, ഏതെങ്കിലും ഒരു രാജ്യത്ത് സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി പോകണം. എല്ലാ കുട്ടികളും ആവേശമാണ്. 12ാം ക്ലാസ് കഴിയണം, പോകണം. ആത്മഭാരം. അവർ പലപ്പോഴും മിക്ക പേരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കൂട്ടത്തെ, മുസ്ലിം ജനം. അവർ തിങ്ങിപ്പാർക്കുന്ന രാജ്യം. ഇന്ത്യയിലുണ്ട് ധാരാളം ആളുകൾ ഇന്ത്യയിലുണ്ട്. ചെന്നിടത്തെല്ലാം ഈ ജനം എവിടെ ചെന്നാലും, ഏത് വീട്ടിൽ ചെന്നാലും ഹിന്ദിയിലാണ് ഞങ്ങളോട് വർത്തമാനം പറയുന്നത്. കൊറിയക്കാർ. ഞങ്ങൾ പോരുന്നതിന് തൊട്ട് മുമ്പ് ഒരു മീറ്റിങ്ങിനെ സംബന്ധിച്ചു.
ഒരു സ്ത്രീ അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അന്തം വിട്ടു പോകും. ഹിന്ദിയിൽ നിന്ന് സുന്ദരമായിട്ട് അവൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, ഹിന്ദിയിൽ നിന്ന് കൊറിയയിലേക്ക്. ഈ ജനം മുഴുവൻ ഭാഷ പഠിച്ചു എന്ന്. ഓരോ രാജ്യത്ത് എന്നിട്ട് ആ രാജ്യത്തിൻ്റെ ഭാഷ പഠിച്ച് ആ ജനത്തോട് സുവിശേഷം വന്ന് കേട്ടിട്ട് പോകാനില്ല. ഒരാത്മഭാരം ആ രാജ്യത്തെ സന്ദർശിച്ചു, ജനത്തെ സന്ദർശിച്ചു. നമ്മളെത്രയോ കാലമായി AD 52 നമുക്ക് സുവിശേഷം കിട്ടിയെന്ന്, കേരളത്തിൽ സുവിശേഷം എത്തിയെന്ന്. ഒരാത്മഭാരം, ജനത്തിൻ്റെ പോകാൻ ഒരു ഭാരം നമുക്കുണ്ടോ? നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം നമ്മൾ കൊടുത്തിട്ടുണ്ടോ? മക്കൾ സുവിശേഷ വേലയ്ക്ക് പോകാൻ ആഗ്രഹിച്ചാൽ തടയുന്നവരല്ലേ ഇന്നത്തെ ബഹുഭൂരിപക്ഷം മാതാപിതാക്കളും. നല്ലൊരു തൊഴിൽ ചെയ്ത് പൈസ ഉണ്ടാക്കണമെന്ന ചിന്തയിൽ ജനത്തെ മക്കളെ പരിശീലിപ്പിക്കുന്ന നമ്മുടെ ഇന്നത്തെ ലോകം. ഒരു കാലത്ത് ഇവിടുത്തെ സുവിശേഷ വേലയ്ക്ക് പോകാൻ ആളുണ്ടായിരുന്നു, ഇന്നില്ല. നമ്മുടെ ഇടയിലുമില്ല. സുവിശേഷീകരണത്തിൻ്റെ ഒരു സ്പിരിറ്റ്, ഒരു ആത്മാവ് നമ്മുടെ സഭകളിലില്ല. നമ്മൾ കൂടെ വരുന്നു, പരിചയത്തിൻ്റെയും പഴക്കത്തിൻ്റെയും കുറേ പാട്ടുപാടി ആരാധിച്ചു പോകുന്നു എന്നല്ലാതെ ഈ വലിയ ദൈവമഹത്വം ഇറങ്ങത്തക്ക സാഹചര്യങ്ങൾ നമ്മുടെ പള്ളികളിലില്ല. ഇത് ചടങ്ങായി, ആചാരമായി, വെറും ഒരു ചടങ്ങായി അവസാനിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയിൽ എത്തിയിരിക്കുന്ന ഇക്കേരളം. അറിയണം, എല്ലാ മനുഷ്യർക്കും സുവിശേഷം വേണം. സുവിശേഷമില്ലാതെ ആരും രക്ഷിക്കപ്പെടില്ല. രക്ഷിക്കപ്പെടാൻ സുവിശേഷം കൊടുക്കാൻ സഭയ്ക്കേ കഴിയൂ. അവർ ചാകുന്നെങ്കിൽ ചത്തോട്ടെ, പാതാളത്തിൽ പോകുന്നൊരു പൊയ്ക്കോട്ടെ എന്ന് പറയാനല്ല. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ഇവിടുത്തെ മനുഷ്യരെ മുഴുവൻ രക്ഷിക്കാൻ. സ്വർഗം വിട്ടിറങ്ങി വന്നവൻ, കഷ്ടമനുഭവിച്ചവൻ, മരണമനുഭവിച്ചവൻ, ത്യാഗമനുഭവിച്ചവൻ നമ്മെയും വിളിച്ചിരിക്കുന്നത്. ഈ സത്യം മനുഷ്യരോട് പറയാനാണ്. നമ്മൾ കുറച്ച് പേരും മാത്രം സ്വർഗത്തിൽ പോകാനല്ല. നമ്മുടെ പല വീടുകളുടെയും സ്ഥിതി, ഞാൻ ഒരുത്തൻ മാത്രം രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ബാക്കി എൻ്റെ കുടുംബക്കാരും രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് അഭിമാനത്തോടെ പറയുന്നൊരു സ്ഥിതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അത് ചങ്കുപൊട്ടി അല്ല പറയുന്നത്. എൻ്റെ വീട്ടുകാർ മുഴുവൻ വിശ്വാസത്തിൽ വരണമെന്ന ആവേശത്തിലും വേദനയിലുമല്ല പറയുന്നത്. ഒരു സ്വയനീതി, ഞാൻ രക്ഷപ്പെട്ടു സ്തോത്രം എന്ന് പറയുന്ന ഒരു സ്ഥിതി മാറി എല്ലാ പാപിയെയും ദൈവത്തിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരാനുള്ള സുവിശേഷത്തിന് പോകാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു വാക്കാണിത്. വിശുദ്ധിയുടെ തത്വവും പറഞ്ഞ് പള്ളിക്കകത്ത് കയറിയിരിക്കുന്ന സ്ഥിതി മാറിയിട്ട്, ശമര്യക്കാരെങ്കിൽ ശമര്യക്കാർ, പാപികളും ചുങ്കക്കാരുമെങ്കിലും അവര് ഏത് തെറ്റുകാർക്കും നരകമൊഴിഞ്ഞു പോകാൻ ഒറ്റ മാർഗം, ക്രൂശിൽ മരിച്ച കർത്താവായ യേശു ക്രിസ്തു, മരിച്ചുയർത്ത യേശു, അല്ലാതെ വേറൊരു വഴി ഇല്ല. ആ ഒരു മനോഭാവത്തിലേക്കും പെരുമാറ്റത്തിലേക്കും ദൈവത്തിൻ്റെ ജനം വരേണ്ടതാണ്. Alright. എന്തായിരുന്നു പാവപ്പെട്ടവരോട് യേശുവിൻ്റെ മനോഭാവം? നമ്മളിന്ന് രാവിലെ പറഞ്ഞത് യേശു ദാസരൂപം എടുത്തു എന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. വെറും പാവപ്പെട്ടവനായിട്ട് വന്നു, പാവപ്പെട്ട വീട്ടിൽ വന്നു, എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ. പാവപ്പെട്ടവരോടുള്ള ദൈവത്തിൻ്റെ മനോഭാവം മർക്കോസ് 12-41 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ കാണും. അവിടെ ദേവാലയത്തിൽ വന്ന് നേർച്ച കൊടുക്കാൻ വരുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ യേശു അത് സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരുന്നു. ആളുകൾ പൈസ ഇടുന്നതും എന്തുമാത്രം പൈസ ഇടുന്നു എന്നൊക്കെ യേശു ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരുന്നു. അപ്പം കുറേ ആളുകൾ വലിയ കാശിട്ടു. ഒരു പാവപ്പെട്ട വിധവ വന്നു, കൂലിപ്പണിക്കാരി. അവൾ കൊണ്ടുവന്നൊരു സ്വതരാഴ്ച ഇട്ടു.
ഒരു പൈസക്ക് ശരിയായ 2 കാശ് ഇട്ടു എന്ന് പറഞ്ഞാൽ അന്ന് കൂലിപ്പണി ചെയ്യുന്ന ഒരാളിൻ്റെ ഒരു ദിവസത്തെ ശമ്പളമാണത്. അന്ന് ജോലി ചെയ്ത് കിട്ടിയ പൈസയും കൊണ്ട് വൈകിട്ട് വന്ന് അത് ഭണ്ഡാരത്തിലിട്ടിട്ട് പോയി. പിറ്റേ ദിവസത്തേക്ക് ശേഖരിച്ചു വെക്കാൻ പൈസയുള്ളവരല്ലവർ. പക്ഷെ അത് കിട്ടിയതിട്ടിട്ട് പോയി. യേശുവിനെ അഭിനന്ദിച്ച് പറഞ്ഞ വാക്കെന്താണ്? അടുത്തത്, ഭണ്ഡാരത്തിലിട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികം വിട്ടിരിക്കുന്നു. അങ്ങനെയാണ് എന്നെ അഭിനന്ദിച്ചത്. 2 കാര്യം അവിടെ. ഒന്ന്, നമ്മുടെ ഇന്നത്തെ ചിന്തയിൽ പലപ്പോഴും ഇന്ത്യൻ ചിന്താഗതിയിൽ അങ്ങനെ ദൈവത്തിന് കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒത്തിരി ഇല്ല, പാവപ്പെട്ടവരുടെ കയ്യിൽ ഇല്ല, കൂലിപ്പണിക്കാരുടെ കയ്യിൽ ഇല്ല. പലരും ഞങ്ങളോട് പറയുന്നത്, സാറേ അവർക്ക് വണ്ടിക്കൂലിയും വല്ലതും കൂടെ കൊടുത്തെങ്കിലേ അവർക്ക് വരാൻ പോലും പറ്റുള്ളൂ. അത്രയ്ക്ക് പാവപ്പെട്ടവരാണ് ഞങ്ങളുടെ ആളുകൾ. അപ്പോൾ അവരിൽ നിന്നൊന്നും ഇങ്ങോട്ടിടാൻ ഇല്ല. നമ്മുടെ ശാസ്ത്രം ഇതിനെ പിന്തുണയ്ക്കുന്ന, ഞാൻ പറഞ്ഞില്ലേ, ഇതിനെ പിന്തുണയ്ക്കുന്നവരാണ് ഞങ്ങളുടെ പാസ്റ്റേഴ്സൊക്കെ. അവർ ഉപജീവിക്കുന്നുണ്ടല്ലോ, ആഹാരം കഴിക്കുന്നുണ്ടല്ലോ, കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടല്ലോ. ദൈവത്തിന് ഒത്തിരി കൊടുക്കുന്ന കാര്യമല്ലല്ലോ പറഞ്ഞത്. ദശാംശം കൊടുക്കുന്ന ഒരു തത്വം, ദൈവിക നിയമം, അതും 10-1 വരുന്നുള്ളൂ. അല്ലാതെ പ്രത്യേക ദാനം കൊടുക്കുന്നതിനെയും ദൈവം അംഗീകരിക്കുന്നു. ഇവൾ കിട്ടിയതിൻ്റെ ദശാംശം അല്ലല്ലോ ഇട്ടത്, അവ കിട്ടിയത് മൊത്തം ഇട്ടും വച്ചു പോയി. അപ്പം ദൈവത്തിന് കൊടുക്കുന്നതിനെ ദൈവം അംഗീകരിക്കുന്നു. അതിന് ദൈവിക നിയമങ്ങളുണ്ട്, തത്വങ്ങളുണ്ട്, അവരെ അനുഗ്രഹിക്കാനുള്ള ദൈവിക വ്യവസ്ഥിതികൾ ഉണ്ട്. എന്നാൽ യേശുവിൻ്റെ മനോഭാവമാണ് ഇവിടെ പ്രധാനമായും പറയേണ്ടത്. രണ്ടും പറയേണ്ടതാണെങ്കിലും എന്താണ് യേശു പറഞ്ഞത്? ഇവളിട്ട ഈ പൈസയാണ് ഇന്നത്തെ ഏറ്റവും വലിയ തുക എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പൈസ അത് കൂടുതലാണെന്നല്ല എൻ്റെ അർത്ഥം. അതിനകത്ത് ത്യാഗമുള്ളത് ഇവളുടേതാണ്. പണക്കാരൻ 1,00,000 രൂപയുടെ ചെക്ക് എഴുതിയിട്ടാൽ ഇഷ്ടം പോലെ പൈസയുള്ളവന് 1,00,000 രൂപ ഒരു വലിയ കാര്യമല്ല. ഇന്നത്തെ കാലത്ത് നല്ല പോലെ കാശുള്ള ആളുകളുണ്ട്, വിശ്വാസികളുണ്ട്, നല്ല പോലെ കാശുള്ളവരുണ്ട്. അവർ കൊടുക്കുന്ന വലിയ ഡൊണേഷനെ അല്ല യേശു മാനിച്ചത്. അത് വേണ്ടെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. കൊടുക്കണം, പക്ഷെ കൊടുക്കുന്നതിൻ്റെ വലിപ്പമല്ല പറഞ്ഞത്, അതിലെ ത്യാഗം എത്രയാണ് എന്നതാണ് ദൈവം നോക്കുന്നത്. പണക്കാരനെ ഉയർത്തി കാണിക്കുന്ന ഒരു ദൈവമല്ല ഈ ദൈവം. പണക്കാരനെ അവഗണിക്കുന്നില്ല. യേശുവിനെ പണം കൊണ്ട് ശുശ്രൂഷിച്ചു പോയ ആളുകളില്ലേ? പണക്കാരുടെ കുടുംബത്തിൽ നിന്ന് പല സ്ത്രീകളും യേശുവിൻ്റെ കൂടെ സഞ്ചരിച്ച് യേശുവിൻ്റെ ശുശ്രൂഷയ്ക്ക് സഹായം ചെയ്തിരുന്നു എന്ന് തിരുവെടുത്ത് വിളിച്ചു പറയുന്നു. പക്ഷേ പാവപ്പെട്ടവനെയും അംഗീകരിച്ച് അതിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു സമ്പ്രദായമാണ് യേശുവിൻ്റെ സമ്പ്രദായം. ഒരു പാവപ്പെട്ടവനെയും യേശു അവഗണിക്കുന്നില്ല. പൈസയുടെ വെളിച്ചത്തിൽ വലിപ്പച്ചെറുപ്പം ദൈവസഭയിൽ അനുവദിക്കുന്നില്ല. ഒരു കൂട്ടർക്ക് ഇഷ്ടപ്പെടാത്തൊരു സന്ദേശമായിരിക്കും അത്. പക്ഷേ യേശുവിൻ്റെ സമ്പ്രദായം അങ്ങനെയാണ്. യേശുവളെ അഭിനന്ദിച്ചു. ഇത് മാത്രമല്ല, 1 കൊരിന്ത്യർ 1-ാം-അധ്യായത്തിൻ്റെ 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ ദൈവത്തിൻ്റെ തത്വശാസ്ത്രം പറയും. എന്താണ് ദൈവത്തിൻ്റെ തത്വശാസ്ത്രം? നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായപ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല.
ഭൂമിയിലെ പണക്കാരാണോ ഏറ്റവും കൂടുതൽ? അല്ലല്ലോ, പാവപ്പെട്ടവരല്ലേ കൂടുതൽ. എല്ലാവരും ജീനിയസ് ആണോ മനുഷ്യൻ? ഭയങ്കര ബുദ്ധിജീവികളാണോ? അല്ലല്ലോ. ആവറേജോ ബിലോ ആവറേജോ അല്ലേ കൂടുതൽ ആളുകളും? ദൈവം ഈ പണക്കാരെയും കുലീനന്മാരെയും എടുക്കാൻ വിചാരിച്ചിരുന്നെങ്കിൽ സാധിക്കില്ല എന്ന് തോന്നുന്നുണ്ടോ? ദൈവം ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരുത്തൻ്റെ വീട്ടിൽ ചെന്ന് ഒരു ദൈവദൂതൻ ചെന്ന് വർത്താനം പറഞ്ഞാൽ, സുവിശേഷം പറഞ്ഞാൽ അയാൾ കീഴടങ്ങില്ലെന്നോ? ഒരു ദർശനം കൊടുത്താൽ അനുസരിക്കില്ലെന്നോ? അനുസരിക്കും. ഇവൻ അങ്ങനെ ദൈവ സന്ദർശനം ഉണ്ടായ പല പല കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ പോയപ്പോൾ തന്നെ കേട്ടു. പല മുസ്ലിം വീടുകളിൽ ദൈവ സന്ദർശനം ഉണ്ടായത്. ചെയ്യാം ദൈവത്തിന്, സാധാരണ രീതി അല്ലെന്ന് മാത്രം. എങ്കിലും അപൂർവമായ കേസുകളിൽ ദൈവം നേരിട്ട് എന്ന് ദർശനം കൊടുത്ത് രക്ഷിക്കുന്ന കേസുകൾ ധാരാളം ഉണ്ട്. ഇല്ലെന്നല്ല, ഉണ്ട്. അങ്ങനെ ദൈവത്തിന് നമ്മുടെ നാട്ടിലെ ഒരു ഉന്നതൻ്റെ കുലീനൻ്റെ വീട്ടിൽ ചെന്ന് വെച്ച് സുവിശേഷ ദൈവത്തിനൊരു വെളിപ്പാട് കൊടുത്തിരുന്നെങ്കിൽ അവർ പലരും വിശ്വാസി വന്നേനെ. ഓർമ്മയില്ലേ? ഇല്ല, പണക്കാരൻ ഒരുത്തൻ പാതാളത്തിൽ കിടന്നുകൊണ്ട് പറഞ്ഞത്, ഇവനെ അങ്ങോട്ടൊന്ന് വിടണം. ആരെ? ലാസറിനെ. ഇവിടുന്ന് ഒരാൾ ചെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടുകാർ വിശ്വസിക്കും. കാരണം ഞങ്ങളുടെ വീട്ടുകാരങ്ങനെ സാധാരണക്കാരല്ല, സാധാരണ ഉപദേശിമാരെ വീട്ടിൽ കയറ്റുന്നവരല്ല. അതുകൊണ്ട് ഇവിടുന്ന് ഒരാൾ ചെന്നാൽ വിശ്വസിക്കുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ മറുപടി എന്താണ്? ഇവിടുന്ന് ഒരാൾ ചെന്ന് പറഞ്ഞ് വിശ്വാസി വരണ്ട, ഞാൻ നാട്ടിലെ ആളെ ആക്കിയിട്ടുണ്ട്, അവരുടെ വാക്ക് കേൾക്കാൻ മനസ്സുള്ളവൻ വന്നാൽ മതി എന്നല്ലേ പറഞ്ഞ. നമ്മളെല്ലാം ഈ രക്ഷ തന്നത് നമ്മുടെ വലിപ്പം കൊണ്ടാണോ? സ്വഭാവശ്രേഷ്ഠത കൊണ്ടാണോ? ആണോ? അല്ലല്ലോ, മനസ്സലിഞ്ഞ് നമ്മളെടുത്തതല്ലേ. സുവിശേഷ ലോകത്തിൻ്റെ ബഹുഭൂരിപക്ഷം നോക്കൂ, ഞെരുക്കത്തിലിരുന്ന പലരെയാണ് ദൈവം ഈ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവന്നത്. ഒത്തിരി കൂടിയവരെ ദൈവം എടുത്തില്ല. എടുക്കാൻ മേലാഞ്ഞിട്ടല്ല, എടുത്തില്ല. എടുത്താൽ ചിലപ്പോൾ പൊങ്ങച്ച പറയും. വലിയ കൂടി ഒരുത്തൻ സുവിശേഷം പ്രസംഗിക്കാമെന്ന്, ഞാൻ വലിയ വീട്ടിലെയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവൻ്റെ പൊങ്ങച്ചം എല്ലാം കൂടെ പറയും. ഇതൊന്നും പറയാനില്ലാത്ത ഒരുത്തൻ യേശുവിൻ്റെ വലിപ്പം പൊക്കി കാണിക്കും. അതുകൊണ്ട് ദൈവം ബോധപൂർവം ഉയർന്നതിനെ എടുക്കാതെ താണതിനെ എടുത്ത ദൈവ സംവിധാനമാണെങ്കിൽ, അതാണ് സംവിധാനം. അങ്ങനെയെങ്കിൽ ദൈവസഭയിൽ പണക്കാരൻ കൂടിയവനും പാവപ്പെട്ടവൻ കുറഞ്ഞവനും എന്ന വ്യത്യാസം ഉണ്ടായിരിക്കാൻ പാടില്ല. അത് ദൈവം അംഗീകരിക്കുന്നില്ല. പണം തരുന്നതും തരാതിരിക്കുന്നതും ദൈവത്തിൻ്റെ കൃപ എന്നേ ഉള്ളൂ. എന്നാൽ പണമില്ലാത്തവനെയും ആത്മാവിൽ സമ്പന്നനായി ഉന്നതമായ ആത്മീയ നിലവാരത്തിൽ നിർത്താൻ ദൈവം കരുണ കാണിച്ചു. ദൈവം ഓരോ കഴിവുകളും കൃപകളും കൊടുത്തിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പാടാനുള്ള വലിയ കഴിവ് കൊടുത്തതെല്ലാം ഭയങ്കര സുന്ദരന്മാരും സുന്ദരികളുമായ ആളുകൾക്കാണോ എല്ലാവർക്കും കൊടുത്ത്? അപൂർവം ചില അങ്ങനെ ഉണ്ടാവും. എന്നാലും ലോകത്തിൽ ആ സ്തുതി മാതിരി ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് അതില്ലാത്തവർക്കാണ്. ഓരോ തരത്തിൽ ജനത്തെ മാനിക്കുന്ന ദൈവസമ്പ്രദായമുണ്ടെങ്കിൽ, ഞാൻ ഒന്നുകൂടെ പറയുന്നത്, ദൈവത്തിൻ്റെ സഭയിൽ പാവപ്പെട്ടവരും പണക്കാരും എന്ന വ്യത്യാസം ഉണ്ടായിരിക്കാൻ പാടില്ല. എല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. എല്ലാവരും അവരുടെ പങ്ക് നിർവഹിക്കേണ്ടതാണ്. ഒന്നുകൂടെ പറയുന്നു, അതിൻ്റെ വെളിച്ചത്തിൽ ആളുകളെ വലിയവരും ചെറിയവരുമായി കാണുന്ന സമ്പ്രദായം ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവം അത് പൊറുക്കില്ല. അങ്ങനെയാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ പറഞ്ഞത്. നിങ്ങളുടെ പള്ളിയിൽ നല്ല മോടിയുള്ള വസ്ത്രം ധരിച്ച് ഡീസൻ്റായിട്ട് ഡ്രസ്സ് ചെയ്ത് ആഭരണമൊക്കെ ഇട്ട് അങ്ങോട്ട് വന്നാൽ, ഇവിടോട്ട് ഇരുന്നാലും വേറൊരാൾ വന്നാൽ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് വന്നാൽ, യാക്കോബ് പറയുന്നത് നിങ്ങൾ കാണിക്കുന്നത് അനീതിയല്ലേ? നിങ്ങൾ കാണിക്കുന്ന അന്യായമല്ലേ? ദൈവം ഇങ്ങനെയാണോ പെരുമാറുന്നത്?
ദൈവത്തിൻ്റെ പെരുമാറ്റം ദൈവസഭയിലും ഉണ്ടായിരിക്കണം എന്ന ദൈവനിയമം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അന്തസ്സിന് ചേരാത്ത കുറേ കാര്യമായിരിക്കാം ഞാനിന്ന് പറയുന്നത്. പക്ഷേ ഇതാണ് ദൈവത്തിൻ്റെ വഴി, ഇതാണ് ദൈവരാജ്യത്തിൻ്റെ സമ്പ്രദായം. യേശുവിൻ്റെ കൂടെ പോണോ, ഇതേ ഉള്ളൂ വഴി. മറിച്ചൊരു പെരുമാറ്റത്തെ യേശു അംഗീകരിക്കില്ല, ദൈവരാജ്യത്തിന് ചേരില്ല. ഇനി ഒരല്പകാര്യം. മത്തായി സുവിശേഷം 11-ാം അധ്യായം 2 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ, അല്ലെങ്കിൽ ലൂക്കോസ് 7-19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഒരു വലിയ സംഭവം എന്ന് പറഞ്ഞാൽ യോഹന്നാൻ സ്നാപകൻ്റെ ഒരു കാര്യമാണ് അവിടെ പറഞ്ഞേക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ പരിചയപ്പെടുത്താൻ ലോകത്തിൽ വന്നതാണ്. യേശുവിൻ്റെ വഴികാട്ടിയാണ്, മുന്നോടിയാണ്. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്, ഇതാണ് മശിഹ എന്ന് പരിചയപ്പെടുത്തിയ ആളാണ് യോഹന്നാൻ സ്നാപകൻ. അവസാനം യോഹന്നാൻ സ്നാപകനെ പിടിച്ച് ജയിലിലിട്ടു. യേശു വിടുവിപ്പുകാരൻ, മശിഹ എന്ന് പറഞ്ഞാൽ വിടുവിപ്പുകാരൻ എന്നാണ് അർത്ഥം. പക്ഷേ യോഹന്നാൻ സ്നാപകൻ ജയിലിൽ കിടന്നിട്ടും യേശു തിരിഞ്ഞു നോക്കിയില്ല. യോഹന്നാൻ സ്നാപകനെ ജയിലിൽ നിന്ന് വിടുവിക്കാൻ ഒരത്ഭുതം ചെയ്തില്ല. ആരെങ്കിലും ഒരാളെ സഹായിക്കാൻ കടപ്പാടുണ്ടെങ്കിൽ ആ കടപ്പാടുള്ളത് ഈ യോഹന്നാൻ സ്നാപകനോടാണ്. അപ്പോൾ യോഹന്നാൻ സ്നാപകന് വിഷമം തോന്നി. എന്നിട്ട് തൻ്റെ 2 ശിഷ്യന്മാരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു, ജയിലിൽ പറഞ്ഞു വിട്ടു. യേശുവിൻ്റെക്ക് പറഞ്ഞു വിട്ടു ജയിലിൽ നിന്ന്. എന്നിട്ട് പറഞ്ഞു, വരാനുള്ളവൻ നീയാണോ അതോ വേറെ വല്ലവരുമാണോ? ആരാണ് പറയുന്നത് ഓർക്കണം. ഞാൻ പറഞ്ഞതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. ഇവനാണ് മശിഹ എന്ന് ലോകത്തോട് പറഞ്ഞവൻ. ഇപ്പോൾ സംശയം പറയുന്നു, ഇവനാണോ മശിഹ അതോ എനിക്ക് തെറ്റുപറ്റിയതാണോ? യേശുവിൻ്റെ ആളത്വത്തെപ്പോലും സംശയിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് യോഹന്നാൻ എത്തി. അപ്പോൾ യേശു അവരുടെ മറുപടി പറഞ്ഞു വിട്ടു. എന്താണ് പറഞ്ഞ മറുപടി? നിങ്ങൾ നോക്കൂ, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു. നിങ്ങൾ എന്ന് യോഹന്നാനോട് പറഞ്ഞതെല്ലാം നടക്കുന്നു. ഇവൻ തന്നെയാണ് മശിഹ. വിടുവിക്കുന്ന വിടുതലുകളെല്ലാം നടക്കുന്നു, എല്ലാം നടക്കുന്നു. അത് തന്നെയാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്. അങ്ങനെ എല്ലാം സംഭവിച്ചിട്ടും എന്തുകൊണ്ട് എൻ്റെ ഈ സാഹചര്യത്തിൽ വന്ന് രക്ഷിക്കുന്നില്ല എന്നതാണ് ചോദ്യം. ശരി, അവരെല്ലാം കഴിഞ്ഞ് പോയി, അവരെ പറഞ്ഞു വിട്ടിട്ട് പിന്നെ തൻ്റെ ആളുകളോട് സംസാരിക്കുകയാണ്, നിൽക്കുന്ന ജനത്തോട് സംസാരിക്കുകയാണ്. എന്താണ് പിന്നെ പറയുന്ന കാര്യം? യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുന്ന കാര്യം അടുത്ത വാക്യം ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു. ദെൻ ആ അടുത്തത് അടുത്തത് ദാറ്റ്സ് ഇനഫ്. തൽക്കാലം ഇതാണ് യേശു പറഞ്ഞത്. സ്വാഭാവികമായിട്ട് എന്ത് പറയണം? അയ്യോടാ, അവനും പോയോ? കാരണം അങ്ങനല്ലേ ചോദിച്ചത്. വരാനുള്ളവൻ ഇവൻ തന്നെയാണ് പറഞ്ഞത്, ഇതാണ് മശിഹയെന്ന്.
ആ മശിഹയെന്ന് സാക്ഷിച്ചപ്പൻ ഇപ്പം സംശയത്തിലെത്തി. ഇവനാണോ മശിഹയെന്ന് സംശയത്തിലെത്തിയിരിക്കുന്ന ഘട്ടത്തിൽ വിശ്വാസത്തിൽ ചഞ്ചലിച്ചു പോയി, വീണുപോയി എന്ന് പറയേണ്ടവൻ പറഞ്ഞില്ല. അങ്ങനെ പറയാണ്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവരൊരുത്തൻ എഴുന്നേറ്റിട്ടില്ല, പ്രവാചകന്മാരിൽ ഏറ്റവും മികച്ചവൻ എന്ന അഭിപ്രായമാണ് യേശു അവനെ കുറിച്ച് പറഞ്ഞത്. നമ്മളെ ആ സ്ഥാനത്ത് നിർത്തും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്കും ഉണ്ടാവും. അങ്ങനെ സാഹചര്യം വന്നാൽ നമ്മെപ്പോലും സംശയിക്കുന്ന അങ്ങനെ ഒരു ഘട്ടം വന്നാൽ നമ്മളവരെ തള്ളി പറയില്ലേ? കുറ്റം പറയില്ലേ? ആക്ഷേപിക്കില്ലേ? അവരുടെ അന്തസ് ഉയർത്തിപ്പിടിക്കാൻ നമ്മൾ ശ്രമിക്കുമോ? ഇത് ഗൗരവമായ പ്രശ്നമല്ലേ? സീരിയസ് ക്വസ്റ്റ്യൻ അല്ലേ? യേശുവാണോ മശിഹ എന്ന ചോദ്യത്തിലേക്ക് വന്നതല്ലേ? അവിടെ എന്താണ് സംഭവം? അവൻ്റെ ജീവിത നില യേശു മനസ്സിലാക്കി, അവൻ്റെ അവസ്ഥ മനസ്സിലാക്കി. കാരണം അവൻ ജയിലിലായിരിക്കുന്നു, മരണത്തിന് വിധിക്കപ്പെട്ട് കിടക്കുകയാണ്. താമസിയാതെ അവനെ കൊല്ലും. അവിടെ രക്ഷിക്കാൻ യേശു ചെല്ലാഞ്ഞപ്പോൾ സ്വാഭാവികമായി അങ്ങനെ ചോദ്യങ്ങളുണ്ടാവാം, മാനുഷിക സംശയങ്ങളുണ്ടാവാം, അവിശ്വാസങ്ങളുണ്ടാവാം. അതിനെ കുറ്റം വിധിക്കാതെ ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ് അവനെ ഉറപ്പിച്ചിട്ട് പറയുകയാണ്, യോഹന്നാനെ, നിന്നെ രക്ഷിക്കാൻ ഇപ്പം എനിക്ക് പദ്ധതിയില്ല. നിന്റെ ജോലി കഴിഞ്ഞു. നീ വന്ന ഒറ്റ ജോലിക്കാണ്. മശിഹയെ പരിചയപ്പെടുത്താൻ വന്ന നീ പരിചയപ്പെടുത്തി. നിന്റെ ജോലി കഴിഞ്ഞു. നിന്നെ ഞാൻ രക്ഷിക്കുന്നില്ല. പക്ഷേ ഞാനിപ്പോഴും രക്ഷിക്കുന്നു. ഞാൻ രോഗികളെ സൗഖ്യമാക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, എൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ജീവിതത്തിൻ്റെ കഷ്ടത്തിൻ്റെ രംഗത്ത് വിശ്വാസത്തിൽ വല്ലാതെ കുലുങ്ങിപ്പോയ സമയങ്ങളില്ലേ? ചോദ്യം ചെയ്തു പോയ സമയങ്ങളില്ലേ? അന്ന് നമ്മളെ ദൈവം ആട്ടിപ്പുറത്താക്കിയോ? തള്ളിക്കളഞ്ഞോ? ഓരോ സാഹചര്യങ്ങൾ കൊണ്ടുവന്ന് നമ്മളെ ഉറപ്പിച്ച് നിർത്തിയ ആ കൃപയെന്ന് ആലോചിച്ച് നോക്കി. ജീസസ് നമ്മുടെ ഓരോ മനോഭാവങ്ങൾക്കും വാക്കുകൾക്കും അനുസരിച്ച് ദൈവം നമ്മോട് പെരുമാറിയിരുന്നെങ്കിൽ നമ്മൾ മിക്ക പേരും ഇന്ന് ഈ ലോകത്തിൽ കണ്ടില്ല, ഈ ആത്മലോകത്തിലുണ്ടാകുമായിരുന്നില്ല. നമ്മളെല്ലാം പറഞ്ഞതെല്ലാം ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ല, തെറ്റ് പറയുന്നതിന് ന്യായീകരിച്ചല്ല യേശു ഇത് പറഞ്ഞതെങ്കിലും ജീവിതത്തിൻ്റെ അസല അനുഭവത്തെ അറിയുന്ന ഒരുത്തൻ, കടന്നു പോകുന്ന ശോധനകളെ അറിയുന്ന ഒരുത്തൻ, നമ്മൾ പറയുന്ന വാക്കുകളുടെ അസലർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുന്നവൻ, ആ വാക്കിൻ്റെ വെളിച്ചത്തിലല്ല അതിൻ്റെ പ്രേരകങ്ങൾ എന്താണെന്ന് നോക്കി കുറ്റം വിധിക്കാത്ത ഒരുത്തൻ, തെറ്റുകാരെന്ന് പറയെങ്കിലും കുറ്റം വിധിക്കാത്ത ഒരുത്തൻ, തള്ളിക്കളയാത്ത ഒരുത്തൻ നമ്മെ നടത്തിക്കൊണ്ടുവന്ന വഴി ഓർത്താൽ ഇതേ മനോഭാവം ബാക്കിയുള്ളവരോട് നമ്മൾ വെച്ച് പുലർത്തണ്ടേ? അല്പം ബലഹീനരായാൽ ഉടനെ അവരെക്കുറിച്ച് ബലഹീനരെന്ന് വിധി എഴുതുകയാണോ വേണ്ടിയത്? അവരെ സൽപ്പേരില്ലാതാക്കാൻ നമ്മുടെ ഒരു വാക്കൂടി ഇടുകയാണോ വേണ്ടിയത്? അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുകയാണോ വേണ്ടിയത്? ജീവിതത്തിൽ ഓരോരുത്തർ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ വലുതെന്ന് നമുക്കറിയാമോ? എത്രയോ മനുഷ്യർ എത്ര കഠിന ശോധനയിൽ കൂടെ പോകുന്നു. അവിടെ കൈത്താങ്ങൽ കൊടുക്കാനല്ലേ നമ്മെ ദൈവം നിർത്തിയിരിക്കുന്നത്? അതിനല്ലേ സഭ, അതിനല്ലേ കൂട്ടായ്മ? എല്ലാവരും ബലവാന്മാരായി നിൽക്കാൻ അങ്ങനെ എല്ലാവർക്കും ബലമില്ലെന്നേ, ആർക്കുമില്ല ബലം. നമ്മളെയും പല സന്ദർഭങ്ങളിൽ ആളുകൾ കൈപിടിച്ച് നടത്തിയത് കൊണ്ട് നമ്മളും വന്നതാണ്. അല്ല, ഇനി ആരുമില്ലാത്തൊരു ഘട്ടത്തിൽ ദൈവത്തിൻ്റെ ബലമുള്ള കരം പിടിച്ചത് കൊണ്ട് നമ്മൾ നിന്നതാണ്. അല്ലാതെ നിൽക്കാൻ നമുക്കാർക്കും ബലമുണ്ടായിരുന്നില്ല. അങ്ങനെ കൃപ കിട്ടിയ നാം മറ്റുള്ളവരുടെ ബലഹീന സമയങ്ങളിൽ സഹായത്തിനെത്തണ്ടേ?
ബലപ്പെടുത്തണ്ടേ? വിശ്വാസം ക്ഷീണിച്ചു പോകുന്നു എന്ന് തോന്നുന്നൊരു ഘട്ടമുണ്ടായാൽ ഓടിയെത്തണ്ടേ അവിടെ? അവരെ ബലപ്പെടുത്തി ഉറപ്പിച്ചു നിർത്തേണ്ടതല്ലേ സഭയുടെ കടമ? കുറ്റം വിധിക്കാൻ ആർക്കും കഴിയും. ബലപ്പെടുത്താൻ ദൈവത്തിൻ്റെ സഭയിൽ സഭ വേണം ദൈവത്തിന്. അതിനാണ് നമ്മളെ വെച്ചിരിക്കുന്നത്. അതിനാണ് കൂട്ടായ്മ. ഹല്ലേലൂയ. അത് ഞാൻ പറയുമ്പോൾ തന്നെ ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ലൂക്കോസ് 22:55 മുതൽ 62 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്കറിയാവുന്നൊരു സംഭവമാണ്. പത്രോസിൻ്റെ കാര്യമാണ്. 22:55 മുതൽ 62 വരെ. പത്രോസ് യേശുവിനെ തടി പറയുന്ന സൈഡ്. അതറിയാൻ മേലത്താരും ഇതിനകത്തിരിക്കുകയല്ലായിരിക്കും, എല്ലാവർക്കും അറിയാമായിരിക്കും. ഈ തള്ളി പറയുന്ന പത്രോസ് മത്തായി 16-ാം അധ്യായത്തിലെ വലിയ പ്രധാനപ്പെട്ട വാക്യം കേട്ടവനാണ്. എന്താണ് യേശു പറഞ്ഞത്? യേശുവിനോട് പറഞ്ഞത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നേറ്റു പറഞ്ഞ ആളാണ് ഇയാൾ. ശിഷ്യന്മാരിൽ യേശുവാണത് പത്രോസാണത് ഏറ്റു പറഞ്ഞത്. ആ ഉറപ്പുള്ളവൻ. പക്ഷേ പിന്നെ പറയുന്നത് എന്താണ്? യേശു വിധിക്കപ്പെടാൻ വേണ്ടി, വിസ്തരിക്കപ്പെടാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ പത്രോസ് പറയുന്നത്, എനിക്കവനെ അറിയില്ല. 3 പ്രാവശ്യം. എന്നിട്ട് പറയുന്നത് പുറാകാൻ തുടങ്ങിയെന്നാണ്. കാരണം അവർ പറഞ്ഞു, നീയും ഗലീലക്കാരനാണ്, വർത്താനം കേട്ടിട്ട് നിൻ്റെ ഉച്ചാരണം ഗലീല നാട്ടിൻ്റെ ഉച്ചാരണമാണ് നിൻ്റെത്. അപ്പോൾ അവസാനം പത്രോസ് പറയാണ്, അവൻ നിമിത്തം ഗലീലക്കാർക്ക് ഞങ്ങൾക്കാർക്കും കിടന്നു പൊറുക്കണ്ടെന്ന്. അവനൊരുത്തൻ ഗലീലക്കാരൻ. അങ്ങനെ തള്ളി പറഞ്ഞവൻ, എനിക്കവനെ അറിയില്ല എന്ന് ആണയിട്ട് പറഞ്ഞവൻ. അതിന് മുമ്പെന്ത് പറഞ്ഞു? യേശുവിനോട് പറഞ്ഞു, നിൻ്റെ കൂടെ മരിക്കേണ്ടി വന്നാലും. യേശു മുന്നറിയിപ്പ് കൊടുത്തില്ലേ? അന്ന് തന്നെ നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തല്ലോ. ഇന്ന് കോഴി കൂവും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളി പറയും എന്ന് മുന്നറിയിപ്പ് കൊടുത്തു. എന്നിട്ട് യേശു പറഞ്ഞു, പരീക്ഷയിലാകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാണ് ഈ തടി പറയുന്നത്. എന്ന് തന്നെയല്ല. ഒരല്പവാക്യം കൂടെ വായിച്ചാൽ, ലൂക്കോസ് 22:31-32 വാക്യം വായിച്ചാൽ, ആ മതി ഓക്കെ മതി. അപ്പം എന്താണ് പറഞ്ഞിരിക്കുന്നത്? പിശാച് യേശുവിൻ്റെക്കുമെന്ന് പറഞ്ഞ് അവനെ എൻ്റെ തന്നേര്. യേശുവേ, നിന്നെ ഇവൻ തള്ളി പറയും. എൻ്റെ കൈ തന്നേരം, ഞാൻ അവനെ കൈകാര്യം ചെയ്തോളാം. കൂടെ നടക്കുന്ന ഒരുത്തൻ, യേശു പിടിച്ചുകൊണ്ട് വന്ന് വളർത്തിയ ഒരുത്തൻ, അപ്പോസ്തലനാക്കിയ ഒരുത്തൻ എന്ന് മാത്രമല്ല, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് വലിയ ആളാക്കിയ ഒരുത്തൻ. ആ പത്രോസാണ് യേശുവിനെ അറിയില്ല എന്ന് തള്ളി. അത്രയും ഭയങ്കര പാപം, എന്തോരം ഭയങ്കര പാപം. അത് ചെയ്ത പത്രോസിനോട് യേശു എന്താ ചെയ്തത്? യേശുവിനറിയാം ഇവൻ തടിപ്പറയുമെന്ന്. അപ്പോൾ പിശാച് പറഞ്ഞപ്പോൾ, എന്നാ കൈകാര്യം ചെയ്തു, അവന് 2 ഡോസ് കൊടുത്തേര് എന്നും പറഞ്ഞ് പിശാചിൻ്റെ ഏൽപ്പിച്ച് കൊടുത്തില്ലല്ലോ. നിൻ്റെ വിശ്വാസം പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു എന്നാണ് പറഞ്ഞത്. സ്തോത്രം. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞത് മനഃപൂർവ്വമായിരുന്നോ? പത്രോസ് യേശുവിനോട് ഞാൻ നിന്നെ തള്ളി പറയില്ല, മരിക്കേണ്ടി വന്നാലും ഞാൻ തള്ളി പറയില്ല എന്ന് പത്രോസ് പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞതല്ലേ?
സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ. താനും പിടിക്കപ്പെടുമോ കൊല്ലപ്പെടുമോ എന്ന് പേടി വന്നപ്പോൾ പറഞ്ഞു പോയി. കോഴി കൂവി. ആദി ദുഃഖത്തോടെ അവൻ കരഞ്ഞു. ആദി ദുഃഖത്തോടെ കരഞ്ഞു. സോറി പൊട്ടിക്കരഞ്ഞു. പറ്റിപ്പോയി. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ അങ്ങനെ പറ്റിപ്പോയി. ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് വാവിട്ട് അലറി കരഞ്ഞു. ഉയർത്തെഴുന്നേറ്റ യേശു അന്നേരം തന്നെ ഒന്ന് നോക്കി. തള്ളിപ്പറഞ്ഞപ്പോൾ തന്നെ ഒന്ന് നോക്കി. ആ ഒരു നോട്ടം, അതാണ് അവൻ പൊട്ടിക്കരയാൻ കാരണം. അവനെ യഥാസ്ഥാനപ്പെടുത്തി. ഒറ്റ നോട്ടം അവനെ യഥാസ്ഥാനപ്പെടുത്തി. ഉയർത്തെഴുന്നേറ്റ് വന്ന യേശു, മർക്കോസ് 16:7, എന്താണ് തൻ്റെ ദൂതനെ അയച്ച് പറയുന്നത്? നീ ചെന്ന് പത്രോസിനോടും ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു എന്നവൻ പറയുവിൻ. പുറകെ ചെന്ന് അവനെ യഥാസ്ഥിരപ്പെടുത്താൻ പോയ യേശു. തള്ളിപ്പറഞ്ഞവൻ പോട്ടവൻ്റെ വഴിക്ക്. ഉയർത്തെഴുന്നേറ്റ് വന്ന യേശു അവനെ തള്ളിയില്ല. അവനെ സഭയുടെ തൂണുകളിൽ 3 പേരെ പ്രത്യേകമായി നിയമിച്ചവരിൽ ഒരുത്തനായി അതിൻ്റെ മുമ്പിൽ നിൽക്കാൻ ഈ പത്രോസിനെ യേശു എടുത്തു. മനസ്സിലാക്കാൻ പറ്റുമോ? നമ്മുടെ മനുഷ്യബുദ്ധിക്ക് തിരിയുമോ? ഇത്രയും വലിയ അന്യായം കാണിച്ചവരെ ഈ ദൈവസഭയുടെ 3 തൂണുകളിലൊന്നായിട്ട് നിർത്താൻ ദൈവം കാണിച്ച മനോഭാവം ഒന്നാലോചിച്ച് നോക്കിയേ. എന്തുകൊണ്ട് ദൈവം അങ്ങനെ ചെയ്തു? ഒന്നുകൂടെ പറയുന്നു. സകലത്തെയും അറിയുന്നവൻ, സാഹചര്യത്തെ അറിയുന്നവൻ. അബദ്ധം പറ്റിപ്പോയി. മനഃപൂർവ്വം സംഭവിച്ചതല്ല, പറ്റിപ്പോയി. അവരോട് ദൈവം ക്ഷമിക്കും. അനുതപിച്ചാൽ. ചുമ്മാ ക്ഷമിക്കില്ല. അനുതപിച്ചാൽ, ഏറ്റുപറഞ്ഞാൽ, പൊട്ടിക്കരഞ്ഞാൽ ക്ഷമിക്കും. അതാണ് ഇവിടെ സംഭവിച്ചത്. പൊട്ടിക്കരഞ്ഞാൽ ക്ഷമിക്കും. എല്ലാവരോടും ക്ഷമിക്കുമോ? ഇല്ല. വേറൊരുത്തൻ അന്ന് കുഴപ്പം കാണിച്ചല്ലോ, ഇല്ലേ? കൂടെ ഒരുത്തൻ, ഈ 12 പേരിൽ ഒരുത്തൻ അന്ന് വേറെ കുഴപ്പം കാണിച്ചല്ലോ. അവൻ പോയി മഹാപുരോഹിതന്മാരിക്കൽ, ഞാൻ അവനെ കാണിച്ചു തരാം, നിങ്ങളെന്തോ തരും? ലൂക്കോസ് 22:3 മുതൽ 6 വരെ 47 വാക്യം, മത്തായി 26:47 മുതൽ 50 ആ വാക്യങ്ങളെല്ലാം. അവന് പൈസ വേണം. പൈസ കൊടുക്കാൻ സമ്മതിച്ചു. അപ്പോൾ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ തക്കം അന്വേഷിച്ച് യൂദ പൈസ വാങ്ങിച്ചു, യേശുവിനെ കാണിച്ചു കൊടുത്തു. യേശുവിനെ കാണിച്ചു കൊടുത്ത യൂദ, ആ പുള്ളിയെ നല്ലപോലെ മനസ്സിലാക്കണം കേട്ടോ. യേശുവിനെ കുറ്റം വിധിച്ചു, ശിക്ഷ വിധിച്ചു എന്ന് കണ്ടപ്പം മറ്റവനെപ്പോലെ തന്നെ ഇയാളും അനുദപിച്ചു. പ്രാന്തനെപ്പോലെ ആലറിക്കരഞ്ഞു, പൈസയും കൊണ്ട് ഓടി. മഹാപുരോഹിതന്മാരൊക്കെ ചെന്ന്, ഈ പൈസ എനിക്ക് വേണ്ട, ഞാൻ നിഷ്കളങ്ക രക്തത്തെ കാണിച്ചു തോന്നേ നിങ്ങളുടെ. അവർ പറഞ്ഞു നിൻ്റെ പൈസ നീ കൊണ്ടുപോയിക്കോ, ഞങ്ങൾക്ക് വേണ്ട. കൊണ്ടുപോയി ഭണ്ണാരത്തിൽ എറിഞ്ഞു കളഞ്ഞും വെച്ച് അവനെ അനുദപിച്ചിട്ട് അവനെ യഥാസ്ഥാനപ്പെടുത്തിയോ? ഇല്ലാന്നേ. അനുദപിച്ചിട്ടും അവനെ യഥാസ്ഥാനപ്പെടുത്തിയില്ല, കരഞ്ഞിട്ടും അവനെ യഥാസ്ഥാനപ്പെടുത്തിയില്ല. അവനെ ചാവാൻ വിട്ടു. എന്തുകൊണ്ട്?
അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവൻ കള്ളനാണ്. അവൻ്റെ ലക്ഷ്യം പൈസ വേണം, എനിക്ക് നേട്ടം ഉണ്ടാക്കണം. ആണ് ലക്ഷ്യം, എനിക്ക് നേട്ടം ഉണ്ടാക്കണം. യേശുവിൻ്റെ കൂടെ പോകുന്നത് കൊണ്ടും യേശുവിനെ വിറ്റായാലും ശരി എനിക്ക് നേട്ടം ഉണ്ടാക്കണം. ആ തിന്മ അകത്ത് കിടക്കുന്നു. യേശു മരിക്കും, യേശുവിനെ കൊല്ലുമെന്ന് അവൻ സ്വപ്നം കണ്ടില്ല. കാരണം പല സന്ദർഭങ്ങളിൽ യേശുവിനെ പിടിക്കാൻ ആൾ വന്നു. യേശു അവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ടു. ഇപ്പം പിടിക്കുമെന്ന് പറഞ്ഞ് നിൽക്കും, പക്ഷേ യേശു അവിടെ നിന്ന് ഒഴിഞ്ഞു പൊക്കളയും. എന്താണ് യൂദാ ധരിച്ചത്? ഇപ്രാവശ്യം വരുമ്പോഴും ഞാൻ കാണിച്ചു കൊടുക്കും, അവർ പിടിക്കാൻ വരും, യേശു രക്ഷപ്പെടും, എനിക്ക് പൈസ കിട്ടും. ഇതായിരുന്നു ഈ പുള്ളിയുടെ ചിന്ത. അയാൾ വിചാരിച്ചില്ല യേശു ഏൽപ്പിച്ചു കൊടുക്കുമെന്ന്. ഒന്നുകൂടെ പറയുന്നു, യേശുവിനോടുള്ള ഇഷ്ടക്കേടിനല്ല യൂദാ ഇത് ചെയ്തത്. യേശു രക്ഷപ്പെടുമെന്ന ബോധ്യത്തിൽ തന്നെയാണ് യൂദാ ഇത് ചെയ്തത്. പക്ഷെ അവൻ്റെ അകത്ത് സ്വാർത്ഥതയുടെയും സ്വന്തം നേട്ടത്തിൻ്റെയും തിന്മ കടന്നു. അവനോട് ക്ഷമിച്ചില്ല. നമ്മൾ പറയണം, എന്തും ചെയ്തും വെച്ച് ക്ഷമിക്കും എന്ന് പെന്തിക്കോസ്തുകാർ ധരിക്കരുത്. ആ ശാസ്ത്രം തെറ്റാണ്. എല്ലാ പാപത്തിനും ക്ഷമയില്ല. അറിയാതെ ചെയ്തു പോകുന്നതിനാണ് ക്ഷമയുള്ളത്. നിങ്ങൾ ലേവ്യ പുസ്തകം വായിച്ചു നോക്കണം. പാപങ്ങൾക്ക് പരിഹാരം വരുത്താനുള്ള യാഗത്തിൻ്റെ കാര്യം പറയുന്നാലും അബദ്ധവശാൽ പാപം ചെയ്തു പോയാൽ, ലേവ്യ 4:2, 13, 22, 27 പാപത്തിൻ്റെ കാര്യം, യാഗത്തിൻ്റെ കാര്യം പറയുമ്പോൾ അങ്ങനെ അബദ്ധവശാൽ പാപം ചെയ്തു പോയാൽ, മനഃപൂർവ്വം പാപം ചെയ്യുന്നവന് ക്ഷമ ഇല്ല. ഒരു വലിയ തെറ്റിദ്ധാരണ ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട്, പ്രത്യേകിച്ച് പെന്തിക്കോസ്തുകാരുടെ ഇടയിലുണ്ട്, എന്ത് കാണിച്ചാലും ക്ഷമയെന്ന്. ധരിക്കരുത്, അങ്ങനെയില്ല. തന്നെത്താൻ വഞ്ചിക്കരുത്. ജീവിതത്തിൻ്റെ ബലഹീനത നിമിത്തം സംഭവിച്ചു പോയൊരു തെറ്റ് അത് അനുതപിച്ച് കരഞ്ഞ് മടങ്ങി വന്നാൽ ക്ഷമ കിട്ടും. ബോധപൂർവം പാപം ചെയ്താൽ അതിന് ക്ഷമയില്ല എന്നും അറിഞ്ഞിരിക്കണം. ദൈവസഭ കൈക്കൊള്ളേണ്ട മനോഭാവത്തിൻ്റെ കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതേ ഭാവം നമ്മിലും ഉണ്ടായിരിക്കണം. യേശു എന്ത് ഭാവം വെച്ച് പുലർത്തിയോ, യേശു എങ്ങനെ പെരുമാറിയോ, അതേ പെരുമാറ്റം ദൈവജനത്തിൽ നിന്നും വേണം. നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. നമ്മളോട് മനുഷ്യൻ ഇടപെടുന്ന, പെരുമാറുന്ന പല പല സാഹചര്യങ്ങളുണ്ടായപ്പോൾ യേശുവിൻ്റെ പെരുമാറാൻ നമ്മെ കൊണ്ട് കഴിഞ്ഞോ? അതോ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ പെരുമാറിയോ? വ്യത്യസ്തമായി പെരുമാറിയെങ്കിൽ നമ്മൾ തോറ്റു. പരാജയമായിരുന്നു. ഇനിയെങ്കിലും നിലത്ത് വീണിരുന്ന് കരയണം. ജീസസ്. ആരും നശിക്കാൻ ദൈവത്തിന് ഇഷ്ടമില്ല. ചാവുന്നതിന് മുമ്പ് രക്ഷപ്പെട്ടോണം. ദൈവത്തിനെ ന്യായവിധി വന്ന് അടിക്കുന്നതിന് മുമ്പ് രക്ഷപ്പെട്ടോണം. അല്ലാതെ തെറ്റ് ചെയ്തുകൊണ്ട് നിന്നെ അങ്ങ് മുടിക്കുമെന്നല്ല. അങ്ങനത്തെ തെറ്റ് ചെയ്താലും, ഒന്നുകൂടെ പറയുന്നു, അനുതപിച്ചേറ്റ് പറഞ്ഞ് മടങ്ങി വരാനുള്ള അവസരം ഉപയോഗിക്കണം. സഭയും ഞാൻ ഒന്നുകൂടെ പറയുന്നു, മനഃപൂർവ്വം തെറ്റ് ചെയ്യുന്നവനെ കൂട്ടു നിൽക്കരുത്. മനഃപൂർവ്വമുള്ള തെറ്റ് പാപമാണ്. അത് ക്ഷമിച്ചു കൊടുക്കേണ്ടതല്ല. അനുതപിച്ച് യഥാസ്ഥാനപ്പെട്ടാൽ ക്ഷമിക്കണം. അല്ല, നിങ്ങളതിൻ്റെ കുറ്റമല്ല അകത്ത് വെച്ചുകൊണ്ടിരിക്കണമെന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. ക്ഷമ കിട്ടണോ? ജീവിതത്തിൽ തിരുത്തപ്പെടാതെ ക്ഷമ ഉണ്ടാവില്ല. അതുകൊണ്ട് പലപ്പോഴും ആവർത്തിച്ച് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒന്നുകൂടെ പറയുന്നു, മനഃപൂർവ്വമാണ് തെറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് ദൈവം ക്ഷമ തരില്ല.
ഞാൻ രാവിലെ പറഞ്ഞ പോലെ ഇച്ചിരി കട്ടിയുള്ള കാര്യം പറയാണ്. ആഴക്കുഴിച്ച് വീട് പണിയുന്ന കാര്യം പറയുകയാണ്. ഞാൻ ആത്മാവിൽ വെളിപ്പാടിൽ പറയുന്നു, കൊച്ചു കുഴി മാന്തി മാടം പണിയുന്ന പണിയാണ് പലരുടെയും കയ്യിലിരിക്കുന്നത്. അത് ആത്മീയ ജീവിതം അല്ല. കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള താൽക്കാലിക സംവിധാനമാണ്. നിലനിൽക്കില്ലത്. ദൈവത്തിൽ നിന്നൊരു കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടിയുള്ള ആത്മപ്രവൃത്തി അല്ലിത്. ഇത് ഞാൻ രാവിലെ പറഞ്ഞ് ആവർത്തിച്ചൊന്നുകൂടെ പറയുന്നു. റോമാലേഖനം 8-35 മുതലുള്ള വാക്യങ്ങളിൽ എന്ത് സംഭവിച്ചാലും ഈ ഒരു സ്നേഹത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും പിന്മാറിപ്പോകുന്നൊരു പ്രശ്നം ഉദിക്കുന്നില്ല. അത് ഇതിൻ്റെ പേരിൽ പട്ടിണി വന്നാലും, ഇതിൻ്റെ പേരിൽ കഷ്ടത വന്നാലും, ഇതിൻ്റെ പേരിൽ മരണം വന്നാലും, ഇതിൻ്റെ മേലിൽ ഏത് താഴ്ച വന്നാലും, എന്തും സംഭവിക്കട്ടെ, ഈ കൃപ സത്യമായ കൃപയാണ്, ഈ വഴി സത്യമായ വഴിയാണ്, ഇതിൽ തന്നെ ഞാൻ നിൽക്കും എന്ന് പറയുന്ന സംഘമാണ് ദൈവത്തിൻ്റെ സത്യസംഘം. അവിടെ പണിയപ്പെടേണ്ടതാണ്. ജീസസ്, ജീസസ്. ഓരോ സാഹചര്യങ്ങൾ അങ്ങോട്ടും കുലുക്കി ഇങ്ങോട്ടും കുലുക്കി, അങ്ങോട്ടും വീണ് ഇങ്ങോട്ടും വീണ് ജീവിക്കാനുള്ളതല്ല. ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാലാകട്ടെ, സമ്മർദ്ദങ്ങളുടെ ഓരോ സാഹചര്യങ്ങളാകട്ടെ, ആടിയുലയേണ്ടവരല്ല ദൈവത്തിൻ്റെ ജനം. ഈ അറിയുന്ന സത്യം ഇങ്ങനെ തന്നെ എന്ന് ഉറപ്പിച്ച് പറയാൻ ഇത്തരത്തിൽ മാത്രമേ ഞാൻ ജീവിക്കൂ. യേശു പെരുമാറിയതുപോലെ തന്നെ ഞാനും പെരുമാറും എന്ന് തീർത്തു പറഞ്ഞ് ജീവിക്കേണ്ടവരാണ് സത്യദൈവ മക്കൾ. നമ്മളെ ഒന്ന് പരിശോധിച്ചിട്ട് പോകാമോ? ഹൃദയത്തെ ഒന്ന് വിലയിരുത്തിയിട്ട് പോകാമോ? തന്നെ വേറെ ആരെയും വേണ്ട, തന്നെ ഒന്ന് വിലയിരുത്തിയിട്ട് പോകാമോ? വാസ്തവത്തിൽ ഞാൻ യേശുവിൻ്റെ പാതയിലാണോ? സത്യത്തിൽ ഞാൻ യേശുവിൻ്റെ അനുയായിയാണോ? അതോ എൻ്റെ നേട്ടമാണോ എൻ്റെ ലക്ഷ്യം? ഒന്ന് കണ്ണടയ്ക്കും ഒരു സ്വല്പസമയത്തേക്ക്. ജീസസ്, ജീസസ്. നിലനിർത്തിയ കൃപയും ദിവസങ്ങളും ഒന്ന് ധ്യാനിക്കാം. മനസ്സുണ്ടെങ്കിൽ ഒന്ന് ധ്യാനിക്കാം. മനുഷ്യർ കൈത്താങ്ങൽ തന്ന നാളുകളൊന്ന് ഓർക്കാമെങ്കിൽ ഓർത്ത് അതിനൊന്ന് നന്ദി പറയാമെങ്കിൽ ഒന്നുകൂടെ നന്ദി പറയൂ. ജീസസ് പ്രഭതല ഹതിരികടക ഉഷത്തുരിയ. ആരും കൈത്താങ്ങാനില്ലാതെ തോന്നിയപ്പോഴും നിലനിർത്തിയ ദൈവത്തിൻ്റെ കൃപയോർത്തെങ്കിലും ഒന്ന് നല്ല പോലെ നന്ദി പറഞ്ഞിട്ട്, ഇല്ല കർത്താവേ ഞാൻ പിന്മാറില്ല, ഐ ആം സോറി, സോറി സോറി സോറി, തെറ്റുകൾ പലത് പറ്റി, എങ്കിലും ഞാൻ വരുന്നു അങ്ങയുടെ ക്രൂശിക്കൽ. സാധുവാണ്, ഞാൻ ക്ഷീണനാണ്. ലോകത്തിൻ്റെ സമ്മർദ്ദങ്ങൾ വല്ലാതെ എൻ്റെ മേൽ അടിച്ചിട്ടുണ്ട്. എന്നാലും എനിക്ക് അങ്ങേ വേണം. എനിക്ക് അങ്ങയുടെ കൂടെ ജീവിക്കണം. എനിക്ക് അങ്ങയെപ്പോലായിത്തീരണം. അതിനൊരു കൃപ ഇന്ന് രാത്രി എൻ്റെ മേലയക്കണമേ. അതിനൊരു തീരുമാനം എനിക്ക് തരണമേ. എൻ്റെ ശരീര സംവിധാനത്തിൽ, എൻ്റെ സ്വഭാവ സംവിധാനത്തിൽ ദൈവമേ ഒരു കൃപ എനിക്ക് അയച്ച് എന്നെ ഒന്ന് പണിയണേ എന്ന് പറയാൻ ഒരു സ്വല്പസമയം എടുത്തിട്ട് പോവുമോ? ജീസസ് റംഷിബിദലസ്യ രുഖൂദന മഹതി നികടകസ്യ. പത്രോസിനോട് പറഞ്ഞതുപോലെ കാറ്റുപോലെ പാറ്റേണ്ടതിന്, പതിര് പോലെ പാറ്റിക്കളയേണ്ടതിന്, പുറകെ നടക്കുന്ന പിശാചിൻ്റെ പ്രവൃത്തി ഉണ്ടെന്നറിയണം. പിശാചിൻ്റെ ആസൂത്രണങ്ങളുണ്ടെന്നറിയണം. നിങ്ങൾ ജീവിതത്തിൽ നിലനിൽക്കുന്നത് പിശാചിന് ഇഷ്ടമല്ല. സകല സമ്മർദ്ദങ്ങളുമായും കാറ്റുകളുമായും പ്രതികൂലങ്ങളുമായും ഓരോ ദിവസവും അവസരം കാത്തു നിൽക്കുകയാണ്. ചലതി രകമന ഹതുനികടകെ
എല്ലായ്പ്പോഴും സംഗതികൾ നേരെ പോകുമെന്ന് ധരിക്കരുത്. ഒന്നിനു പിന്നാലെ ഒന്നായി സമ്മർദ്ദങ്ങൾ വന്ന് ഏതെങ്കിലും തരത്തിൽ കഴിയുമെങ്കിൽ വൃതന്മാരെയും വീഴ്ത്തിക്കളയാൻ സകല പരിശ്രമങ്ങളുമായി ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്ന പിശാചിന്റെ പ്രവൃത്തിയുടെ നടുവിൽ ഇല്ല, നിന്നെ അനുസരിക്കില്ല പിശാചേ എന്നൊന്ന് തീർത്തു പറയാനും ഏത് വില കൊടുത്തും യേശുവേ നിന്റെ കൂടെ വരും. ഇയ്യോബ് പറഞ്ഞതുപോലെ നീ എന്നെ കൊന്നാലും ഞാൻ അങ്ങയ്ക്കായി കാത്തിരിക്കും. എൻ്റെ ശരീരത്തെ ബാധിച്ചാലും ഞാൻ അങ്ങയ്ക്കായി കാത്തിരിക്കും. എനിക്ക് നഷ്ടം വന്നാലും ഞാൻ അങ്ങയ്ക്കായി കാത്തിരിക്കും. ജീസസ് ജീസസ്. ഒരു പക്ഷെ ഇവിടെ വെച്ചെനിക്ക് ഉദ്ധാരണം ഉണ്ടായാലും ഇല്ലേലും ഞാൻ കാത്തിരിക്കും. ആത്മാർത്ഥമായി ഇന്ന് രാത്രി ഒന്നുകൂടെ പറയുമോ? ഞാൻ അങ്ങയോട് സത്യസന്ധത പുലർത്തും. I will be true to you, Lord. I will be true. I will be true. I will be true. ഞാൻ എൻ്റെ വാക്ക് ഞാൻ അർത്ഥമാക്കുന്ന കർത്താവേ, വെറുതെ പറയുന്നതല്ല. I mean what I say. പറഞ്ഞല്ലോ, ശബ്ദകോലാഹലങ്ങളുടെയും ബഹളങ്ങളുടെയും നടുവിലല്ല, പക്ഷെ ഇന്ന് രാത്രി അന്തരംഗത്തിൻ്റെ ഉള്ളിൽ ഒന്ന് പറഞ്ഞിട്ട് പോവോ? അങ്ങയെ പിൻപറ്റാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ ഉറച്ചിരിക്കുന്നു. കൃപ തരണമേ. നിൽക്കുന്നത് നമ്മുടെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യ സഹായമാണ്. അന്വേഷിച്ച് ചെല്ലുന്നവർക്ക് ദൈവം അത് കൊടുക്കും. പിണങ്ങി മാറിയിരിക്കുന്നവർക്കത് കിട്ടില്ല. അന്വേഷിച്ച് കൃപയ്ക്ക് ചെല്ലുന്നവർക്കത് കിട്ടും. ഹൃദയം കഠിനപ്പെട്ടു പോയ നേരം ഇന്ന് രാത്രി ഓർത്ത് ആനന്ദിപ്പിച്ച് കരയണം. ആ ഹൃദയത്തെ ഉരുക്കാനൊരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ഹൃദയം കഠിനപ്പെട്ടു പോയെങ്കിൽ സ്വല്പം സമയമെടുത്ത്, ദിവസമെടുത്ത്, എവിടെയാണ് തോൽവി പറ്റിയത് അതിനെക്കുറിച്ച് ആനന്ദിപ്പിക്കാൻ, കരയാനും സ്വല്പ സമയം എടുത്ത് മടങ്ങി വന്നോണം. ജീസസ്. ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയുന്നു, അടുത്ത തെറ്റിലും രക്ഷപ്പെടാൻ കഴിയാതെ വണ്ണം അപകടത്തിലും പെടുത്താൻ നിൽക്കുന്ന, വിഴുങ്ങിക്കളയാൻ നിൽക്കുന്ന പിശാചിന്റെ പിടിയിൽ അകപ്പെട്ടു പോകാതെ ഇന്ന് രാത്രി രക്ഷപ്പെട്ടോണം. ഒന്നുകൂടെ പറഞ്ഞു, ഇന്ന് രാത്രി രക്ഷപ്പെട്ടോണം. ഖദൂനമ ഹന്തുരി പ്രഭാസലി തുരബട ഹതിനികസേ തലഖംഷു റഖമനസ്യ. തെള്ളിയിടാൻ കാറ്റ് വരുന്നു, കൊടുങ്കാറ്റ് വരുന്നു. ഇന്ന് രാത്രി ആത്മവചനത്താൽ ഞാൻ വിളിച്ചു പറയുന്നു, പിടിച്ചു നിൽക്കാൻ മേലാത്ത സാഹചര്യങ്ങൾ മുമ്പിലുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഹൃദയം ഉറപ്പിച്ച് തീർത്തു പറയൂ, ദൈവമേ, അർത്ഥമാക്കി ഞാൻ പറയുന്നു, ഐ ലവ് യു ജീസസ്. യേശുവേ, അങ്ങേ എനിക്ക് സ്നേഹമാണ്, അങ്ങയുടെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ അങ്ങയുടെ കൂടെ വരും. ഞാൻ മറുതലിക്കില്ല, ഞാൻ പിന്മാറിപ്പോവില്ല. എനിക്ക് പിന്മാറിപ്പോണ്ട, എനിക്ക് വീഴണ്ട, എനിക്ക് നേരെ നിൽക്കണം, എനിക്ക് ബലത്തോടെ നിൽക്കണം. എൻ്റെ തലമുറകൾ എന്നെ കണ്ട് വിശ്വാസത്തിൽ ഉറക്കണം. ആക്ഷേപിക്കാൻ നിൽക്കുന്നവരുടെ മുമ്പാകെ ഉദ്ധാരണത്തിന്റെ കാലം കൊണ്ടുവരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് രാത്രി നേൽപ്പിച്ച് പറയൂ, കം സ്പിരിറ്റ് ഓഫ് ഗോഡ്, കം ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്, ഹോളി സ്പിരിറ്റ്.
ആമേൻ. ഒരു വാക്ക് ഉള്ളത്തി പറഞ്ഞിട്ടേ പോകാവേ, തറപ്പിച്ചെന്ന് പറഞ്ഞിട്ടേ പോകാവേ. യേശുവേ, അങ്ങയുടെ ആത്മാവിൻ്റെ ഒരു പ്രവൃത്തി ഇന്ന് രാത്രി ഈ കൂട്ടത്തിൽ അയക്കണമേ, ഞങ്ങളുടെ മേലയക്കണമേ. അങ്ങയുടെ പെരുമാറ്റ രീതി ഞങ്ങളുടെ ജീവിതത്തിലൊന്ന് തരണമേ. ആദാമിൻ്റെ തോൽവിയുടെയും വീഴ്ചയുടെയും ബാക്കി പത്രമായി ഞങ്ങൾ ജീവിക്കാതെ അങ്ങയുടെ ജയത്തിൻ്റെ കൂടെ നിൽപ്പാൻ ഞങ്ങളുടെ മേലൊരു കൃപ പകരണമേ. മേലോക ശാസ്ത്രം ഞങ്ങളുടെ അകത്ത് എഴുതണമേ. ഭൂമിയുടെ തത്വശാസ്ത്രവും ഞങ്ങളുടെ ജഡത്തിൻ്റെ ശാസ്ത്രവും ഞങ്ങളെ ഭരിക്കാതെ ദൈവത്തിൻ്റെ ശാസ്ത്രം, ദൈവാത്മാവിൻ്റെ ശാസ്ത്രം, ദൈവരാജ്യത്തിൻ്റെ ശാസ്ത്രം ഞങ്ങളുടെ മാംസത്തിലും ഞങ്ങളുടെ അസ്ഥികളിലും ഞങ്ങളുടെ മനസ്സിലും സംവിധാനത്തിലും എഴുതി വെച്ച് അങ്ങയുടെ വചനം പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഞാൻ എൻ്റെ വചനം നിൻ്റെ ഹൃദയത്തിൽ എഴുതും, മാംസപ്പലകയിൽ എഴുതും, നിങ്ങളെ എൻ്റെ വഴികളിൽ നടക്കുമാറാക്കും, എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. Come, Spirit of God.